എന്തുകൊണ്ട് സെൻട്രൽ പാസ് ആകാൻ ആരും തന്നില്ലേ? അതോ അല്ല, എനിക്ക് ഒരു ഇടയ ശിശു എന്ന നിലയിൽ എൻ്റെ ഭാര്യയും ഞാനും ആഗ്രഹിച്ചത് ഈ സുശേഷമൊക്കെ പറഞ്ഞ് വിളികൾ ചെല്ലുക, പരസ്യവും നടത്തുക. പക്ഷെ എനിക്ക് അതിന് വിളിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സെൻട്രൽ പാസ് ആകാൻ വിളിയില്ല. വിളിയില്ല. ആദ്യമായിട്ട് ഒരു പാസ് സെൻട്രൽ പാസ് ആകാൻ വിളിയില്ലെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അല്ല, എനിക്ക് വിളിയില്ല. ഞാൻ പറഞ്ഞു വിളി നമ്മൾ കണ്ടക്ടർ വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല. അത് ഡ്രൈവർ തന്നെ ഓടിക്കണം. ഉടക്കന്മാരില്ലാത്ത സഭ ഉണ്ടാകുന്ന സൗകര്യത്തിൽ പോകണം. ഇവിടെ എല്ലാ സഭകളിലും ഒരു അനാത്മനില്ലാത്ത ഒരു സഭ ഭൂമിയിലില്ല. യേശു രക്ഷിച്ചു. ആ ക്രൂശൻ എൻ്റെ മേൽ വന്നു. ഞാൻ പുതിയ മനുഷ്യനായി. എന്നിട്ട് ഞാൻ പറയാം, എൻ്റെ കൈക്ക് പിടിച്ച് കരഞ്ഞ് പറയാം, ഭാഷക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ആഴ്ച പിന്മാറുകയില്ല. അപ്പോൾ തന്നെ പ്രവചനമോ അങ്ങനെ എന്തെങ്കിലും കൃപാവരങ്ങളോ ഉണ്ടോ? ഒരു കൃപാവരവും ഇല്ല. അങ്ങനെ മനുഷ്യനെ ആകർഷിക്കത്തക്ക ഒരു കൃപയും പരവും എനിക്കില്ല. ഇല്ല, ഇല്ല. അത് വേണം തോന്നിയിട്ടുമില്ല. അല്ല, അതുണ്ടെങ്കിലേ നിർബന്ധമില്ല. ഇല്ല, ഇല്ല. ഞാൻ പറയുന്നത് സഭാ ശുശ്രൂഷയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ല. ഇല്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നതോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പം രോഗങ്ങളൊക്കെ സൗഖ്യമായിട്ട് എണ്ണപ്പെട്ട അത്ഭുതങ്ങളൊന്നും ഞങ്ങൾ നടന്നിട്ടില്ല. എണ്ണപ്പെട്ട ഒരു അത്ഭുതം നടന്നെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ നടക്കുന്നതന്നെ അത്ഭുതമാണ്. എല്ലാവർക്കും ഹല്ലേലൂയ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ തോമസ് എബ്രഹാം ഉണ്ട്. തോമസ് ഊട്ടി പാസ്റ്റർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന അനുഗ്രഹീതനായ ദേവദാസ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കഴിഞ്ഞ 50 വർഷമായി ശുശ്രൂഷകനാണ്. സെൻട്രൽ പാസ്റ്റർ ആയിട്ടില്ല, കൗൺസിലറും ആയിട്ടില്ല, എന്തിനേറെ ഒരു സെൻറ്ററിൻ്റെ സെക്രട്ടറി പോലും ആയിട്ടില്ല. അപ്പോൾ ആ നിലയിലുള്ള സവിശേഷതകളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ചില സെൻറ്ററിലൊക്കെ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഈ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കാനായിട്ട് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട, കഴിവില്ലാത്തവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് വൈസ് പ്രസിഡന്റ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വൈസ് പ്രസിഡൻ്റ് ആയെന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ഒരു സാധാരണ IPSലെ പാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഞാനും അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത്. ഒത്തിരിയധികം സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള, ഇടയ ശുശ്രൂഷ ചെയ്തിട്ടുള്ള 50 വർഷവും ആക്ഷേപമില്ലാതെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത അനുഗ്രഹീതനായ ഒരു സാധാരണ പാസ്റ്റർ. അദ്ദേഹം ഇപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുന്നവേലി സെൻട്രലിലെ ഒരു സഭയുടെ, ലോക്കൽ സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹം പിന്നിട്ട പാതകൾ, അദ്ദേഹം കണ്ട വ്യക്തികൾ, അദ്ദേഹം ശുശ്രൂഷിച്ച സഭകൾ, അതിലൂടെയൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ, അതൊക്കെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ അനുഭവങ്ങൾ ഒരു സാധാരണ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളാണ്. അതിനകത്ത് ഒത്തിരി തമാശകൾ കാണും, വളരെ രസകരമായ കാര്യങ്ങൾ കാണും, അപ്പോൾ തന്നെ പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളും കാണും. അപ്പോൾ ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം തോമസ് ഊട്ടി പാസ്റ്ററെ. തോമസ് ഊട്ടി പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ പാസ്റ്ററായിരുന്നു. ബിഷപ്പ് KP യോഹന്നാൻ്റെ പാസ്റ്റർ. അന്ന് അദ്ദേഹം ബിഷപ്പല്ല, എങ്കിലും KP യോഹന്നാൻ്റെ പാസ്റ്ററായിരുന്ന ഒരാളെന്ന് പറയുന്നത് അങ്ങനൊരു പദവി കിട്ടിയ IPSലെ ഏക പാസ്റ്ററാണ് തോമസ് ഊട്ടി പാസ്റ്റർ. ഒന്ന് പറയാമോ? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. നേരത്തെ ഞങ്ങൾ ചെല്ലുന്നത് 88-ലാണ്. അതിനു മുമ്പ് തന്നെ ഡോക്ടർ KP യോഹന്നാനെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മിഷണറിയായിരുന്നു, PS കറിയ. അദ്ദേഹം ഓപ്പറേഷൻ മോബിലൈസേഷനിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഡോക്ടർ KP യോഹന്നാനെ പ്രിയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതൽ ആ പരിചയത്തിൻ്റെ ദൃഢത എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വഴി വിട്ട് നടന്ന ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ആണ് ഞങ്ങളുടെ വീട്ടിലാദ്യമേ സുവിശേഷം വിളിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹം എൻ്റെ വഴിവിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 1972 ലോഗോസ് കപ്പൽ കൊച്ചി വന്നപ്പോൾ എൻ്റെ പിതാവ് ഞാനും അവിടെ ചെന്നു. അപ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ആദ്യം, പുറകെ ഡോക്ടർ KP യോഹന്നാൻ. ഉടനെ അദ്ദേഹം ജ്യേഷ്ഠൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പുറകെ വരുന്ന യോഹന്നാൻ ചായനോട് പറഞ്ഞത്,
ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ച തോമസ് കുട്ടി. അന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാൻ ബാങ്കിൽ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം വിളിച്ച് യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുതാണ്. പിന്നെ ആഞ്ഞിലിത്താനത്ത് ഞങ്ങൾ 85 മുതൽ 88 വരെ ആഞ്ഞിലിത്താനം ചർച്ചിൻ്റെ പാസ്റ്ററായി ഞങ്ങൾ ശുശ്രൂഷ ചെയ്തു. ഞാനവിടെ ചെല്ലാൻ കാരണമായി തീർന്നത് പാസ്റ്റർ രാജഗോപാലയാണ്. അതിന് എനിക്ക് അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. അവിടുന്ന് മാറാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റർ KC ജോണിനെ ഡോക്ടർ KP യോഹന്നാൻ വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് കുട്ടി പാസ്റ്റർ എനിക്ക് പരിചയമുണ്ട്, ഞങ്ങൾ ബദൽ ചർച്ചിലേക്ക് പാസ്റ്ററെ വിടണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് അവിടെ പോകാനും അവിടെ മുതൽ എനിക്ക് ഇന്ന് വരെ 2-3 വർഷം മാറ്റം മുമ്പ് വരെ എനിക്ക് സഭയുടെ കൈമാറ്റം ചെയ്ത ഡോക്ടർ KC ജോൺ അവറുകളാണ്. അപ്പോൾ അതിലും എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ചർച്ചയിലെ ആത്മാക്കൾ കൂടി വന്നപ്പോൾ ആ ഹോളൊന്ന് ക്രമീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചില സാങ്കേതിക തടസ്സം വന്നതുകൊണ്ട് KC ജോൺ ജോൺ തന്നെ ഡോക്ടർ KP യോഹന്നാനോട് പറഞ്ഞു, നമുക്ക് ഇന്ന റിക്കമെൻഡ് ചെയ്താൽ പഞ്ചായത്ത് ബുക്കിനടുത്ത് സ്ഥലം മേടിച്ച് ഹോള് വെക്കുകയാണെങ്കിൽ തോമസ് കുട്ടി പാസ്റ്റർ ഇങ്ങോട്ട് മാറട്ടെ. അങ്ങനെ അത് പറയുകയും സ്റ്റേറ്റ് കൗൺസിൽ ആ വിഷയം അവതരിപ്പിക്കുകയും അവിടുന്ന് മുടിയപ്പുള്ള പച്ചൻ തുടങ്ങിയ ആളുകൾ എമ്മിച്ചാക്കോ പച്ചനൊക്കെ വന്ന് അങ്ങനെ ഞങ്ങളെ അവിടുന്ന് മാറ്റി ഞങ്ങൾ വാടക വീട്ടിലോട്ട് മാറ്റി. അദ്ദേഹം തന്നെ വാടക വീട് ക്രമിച്ച് തന്നു. അങ്ങനെ 4 വർഷം ഞാൻ അവിടെ തുടർന്ന് പ്രവർത്തിച്ചു. അതായത് നിരണം ബദേൽ ചർച്ചിൽ അംഗമായിരുന്ന KP യോഹന്നാൻ അവിടെ നിന്ന് തൊട്ടടുത്ത് ടാബർനാക്കിൾ എന്ന് പറയുന്ന IPCയുടെ വേറൊരു ചർച്ച് സ്ഥാപിച്ച് അങ്ങോട്ട് മാറി. ആ സഭ സ്ഥാപിക്കാനും അവിടെ സ്ഥലം വാങ്ങാനും ഹോള് വെക്കാനും ഒക്കെ KP യോഹന്നാനാണ്. അദ്ദേഹത്തിന്റെ പണം മുടക്കി അദ്ദേഹം തന്നെ വാങ്ങി. ആ കാലഘട്ടത്തിലെല്ലാം പാസ്റ്ററായിരുന്നു, ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. 4 വർഷം അവിടെ ശുശ്രൂഷകനായിരുന്നു. ആ സമയത്ത് നമുക്ക് ഞാൻ ബദൽ ചർച്ച ചെയ്യുമ്പോൾ 40 കുടുംബമേ ഉള്ളൂ. പക്ഷെ 3 വർഷം കൊണ്ട് 80 കുടുംബമായി. ഈ ബദൽ അച്ഛൻ ചെല്ലുമ്പോൾ 40 ഫാമിലിയേ ഉള്ളൂ. ആ സഭയിലെ അംഗമായിരുന്നു KP യോഹന്നാൻ. അപ്പൊ നിങ്ങൾ അച്ഛൻ അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ സഭ വളരുകയും 80 കുടുംബങ്ങളായി മാറുകയും ചെയ്തു. ഓക്കെ, അതിൽ നിന്നൊരു ഭാഗമാണ് ടാബർനാക്കിളിലേക്ക് മാറി. ഇന്ന് അത് രണ്ട് വ്യത്യസ്ത സഭകളായിട്ട് നല്ല സഭകളായിട്ട്. ഓക്കെ, ഇത് ഡോക്ടർ KP യോഹന്നാൻ നമുക്ക് എല്ലാവർക്കും പരിചിതനായ അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ആളുകളിൽ ഒരാളായിരുന്നത് കൊണ്ടും അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ലോക്കൽ സഭയിലെ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഭയുടെ പാസ്റ്റർ ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ആ ചോദ്യവുമായിട്ട് ഇത് ആരംഭിക്കുന്നത്. ഈ ഇൻ്റർവ്യൂവിൽ അതൊരു ചെറിയ കാര്യം മാത്രമാണ്. തോമസ് കുട്ടി പാസ്റ്ററുടെ ജീവിതം ഒരു ശുശ്രൂഷകനായിട്ട് ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു ചരിത്രം പറഞ്ഞാൽ. എൻ്റെ കുടുംബ പശ്ചാത്തലം മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത്. എവിടെ സ്വദേശം? ഓതറ വെസ്റ്റ് ഓതറ. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേര് അവറാച്ചെന്നും ഉമ്മയുടെ പേര് അച്ചാമ്മയെന്നോ സാറിനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 8 മക്കളാണ്. അതിൽ 6 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിൽ ഒരാളാണ് രാജസ്ഥാൻ വന്ന് മിഷണറി ഞാൻ പരസ്കറിയാം. അപ്പോൾ 7ാമത്തെ ആളാണ് ഞാൻ. മക്കളിൽ 6 ആൺമക്കളെ. അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ പള്ളിയിൽ പോയ ഒരു ഭക്തി ജീവിതമല്ല, ജീവിതസന്ധാരണത്തിന് വേണ്ടി ആളുകളോട് നടക്കുന്നത് കൂടുതൽ അത്യാവശ്യം മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിലെ കൂട്ടുകാരായിരുന്നുകൊണ്ട് അവരോട് കൂടെ നടന്ന് ഒരുപാട് പാപത്തെ വഴിയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ 20 വയസ്സിന് മുമ്പ്. എന്നാൽ 1971 ജൂലൈ 30 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 1:30 മണിക്ക് പാസ്റ്റർ ND ഫിലിപ്പ് നൈപ്പുള്ളിയെടുത്ത് ജോയിച്ചാന്ന് വിളിക്കുന്ന ആ ദേവദാസൻ അയൽവക്കത്തേര് വീട്ടിൽ ഒരാളെ കാണാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ഇവിടെ സുവിശേഷം പറയാൻ തുടങ്ങി. അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കൂട്ടുകാരുമായിട്ട് അന്ന് രാത്രി ചെയ്യേണ്ട പല കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും.
എനിക്കൊരിക്കലും യേശുവിൻ്റെ മകനാകാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഈ പൂച്ചയുടെ മുമ്പിൽ വീണ എലിയെപ്പോലെ വലിയ അഹങ്കാരമുള്ള മനുഷ്യൻ. അദ്ദേഹം എന്നെ ഇവിടെ ഓതി സുശേഷം പറഞ്ഞു, ഒടുവിൽ ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യയുടെ ചെലവഴിക്കും. ആ ചോദ്യം എന്നെ, അയ്യോ ഞാൻ മരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് യേശുവിൻ്റെ മകനായി ജീവിക്കണ്ട എന്ന് പറയാൻ വന്ന നാവ് പരിശുദ്ധാത്മാവ് എന്നെ എനിക്ക് യേശുവിൽ ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ആത്മാവിലായി എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് രക്ഷാവാചകം പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നേരം ഒരു പാപബോധം ഉണ്ടായി. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധം വന്നു. ഞാൻ ഉറക്കൊക്കെ അറിയാൻ തുടങ്ങി. തൊട്ടയിലൊക്കത്തെ വീടാം എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അപ്പനും ഇതിലൂടെ നാരായണനെ ഉപദ്രവിച്ച് ഞാൻ കരയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അവരോടെല്ലാം ക്ഷമ പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ അംഗീകരിച്ചു. അത് അപ്പം അന്ന് രാത്രി ഇവരെല്ലാം എന്നെ കോഡ് ഭാഷ വിളിക്കുന്നു. ഞാൻ പോയില്ല. അന്ന് രാത്രി ഞാൻ പുതിയ വാക്ക് വായിച്ചുകൊണ്ട് ഇരുന്നും ഞായറാഴ്ച രാവിലെ ഞാനൊരു കിറ്റ് അതിനകത്തൊരു ഡ്രസ്സ് കൊടുത്തോണ്ട് നേരെ ഈ ജോയിച്ചാൻ കൊടുത്ത വീട്ടിൽ തൈമറങ്കര. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം ഒരിക്കലും അദ്ദേഹം എന്നെ ആ ഹോളിൽ വരാൻ പറഞ്ഞതല്ല. പക്ഷേ ഞാൻ വെളിയിൽ പോയില്ല. 2 ദിവസം ഞാൻ അകത്തായിരിക്കും. എന്നിട്ട് ചിരാണോ തോമസുട്ടി ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ലെങ്കിലും എന്നെ ദൈവാത്മാവ് നിർബന്ധിച്ചു കൊണ്ടിരിക്കുക, എനിക്കിന്ന് സ്നാനപ്പെടണം. അയ്യോ എന്ത് സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല. 3 മാസം ഇവിടെ വന്ന് അപ്പോൾ എന്നെ അങ്ങേർക്ക് അറിയാം, പാസ്റ്റർക്ക് അറിയാവുന്നതാണ്. ഇവിടെ വന്ന് നിലനിൽക്കുമോ നോക്കിയിട്ട് സ്നാനപ്പെടുത്താം. അപ്പൊ വീട്ടിൽ ബാക്കി പാരന്റ്സ് അപ്പനും അമ്മയൊക്കെ സ്നാനപ്പെട്ടവരാണ്? അല്ലല്ല മാത്രമല്ല, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഉടനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. ഉടനെ ഞാൻ പറഞ്ഞ ചോദ്യം ഇതാണ്, ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യയുടെ ചെലവഴിക്കും എന്ന് പറഞ്ഞല്ലേ ഞാൻ യേശു അംഗീകരിച്ചു. 3 മാസത്തിനകത്ത് ഞാൻ മരിക്കത്തില്ല, എൻ്റെ പാസ്റ്റ് മരിക്കത്തില്ല ഉറപ്പുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പുലി വികാരഭരിതനായി, വളരെ നിങ്ങളുടെ അകത്ത് യേശു വന്നു, എനിക്കത് മനസ്സിലായി, ഇന്ന് സ്നാനപ്പെടുത്താം. എനിക്ക് പറയാൻ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ തൊട്ട ഒരു പാറക്കുളമുണ്ട്, അവിടെ സ്നാനപ്പെടുത്താം എന്ന് പറയുമ്പോൾ അന്ന് തമ്പി ആ ഹോളിലുണ്ട്. അന്ന് അവർ ഒരുമിച്ച് പോകും. 71 കാര്യം പറയും. ഉടനെ നമ്മൾ ഈ പാറക്കാട് സ്നാനപ്പെടുത്തരുത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി ഞങ്ങൾ കുളിക്കുന്ന ആറ്റുകടമുണ്ട്. അവിടെയാണ് എൻ്റെ ബന്ധപ്പെടലും ഈ ഹിന്ദുക്കളായി കിടക്കുന്നത്. അപ്പം ചേട്ടയൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക. കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അവിടെ സ്നാനം കാണാത്തതുകൊണ്ട് ഈ അനുഭവിച്ച് വന്ന ഒരു 150 പേര് കടയിൽ വന്നു. അതായത് നിങ്ങൾ ഞായറാഴ്ച രാവിലെ ഈ പാസ്റ്റർ അടുത്ത് ചെന്നിട്ട് സ്നാനപ്പെടാനായിട്ട് കടവിലേക്ക് പോവുകയാണ്. അപ്പൊ സഭായം കഴിഞ്ഞിട്ട് അപ്പൊ ഈ തമ്പരൊക്കെ കൂട്ടി ഞങ്ങൾ അവിടെ ഒരു 25 പേര് ചെറിയ സഭയാണ്. അപ്പോൾ ഞാൻ സ്നാനപ്പെടുന്ന ആർക്കും അറിയത്തില്ല. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനും ഈ അനുഭവിച്ച ആളാണ്, എൻ്റെ കാലത്തിൽ വന്ന ആളാണ് ധരിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഞാൻ അറിയത്തില്ല. അപ്പൊ ഞാനും ഇതിനകത്ത് തമ്പിയാണ് അന്ന് ആ കടയിൽ പ്രസംഗിച്ചത്, രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്. എന്നിട്ട് നമ്മുടെ ജോയി പാസ് ഹിന്ദി ഫിലിപ്പോറുകൾ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിച്ചിരുന്നു. അപ്പോൾ ഈ ആറ്റിന് വലിയ ആറല്ലല്ലോ. അപ്പം അവിടേക്ക് എൻ്റെ ഹിന്ദുക്കളെ സഹോദരൻ കൂട്ടുകാരുടെ അപ്പനും അമ്മയും എല്ലാം അവിടെ ഉണ്ട്, സഹോദരിമാരെല്ലാം ഉണ്ട്. ഒരു കയറിയും എന്ന് പറഞ്ഞാണല്ലോ, അയ്യോ നമ്മുടെ സോമന, എന്നെ സോമൻ എന്ന് വിളിക്കുന്നത് ഞാൻ അത് പറയാൻ അവിടെ ഒരുപാട് ചേർത്തമുണ്ട്. ഞാൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശ്രീവല്ലാവർഷത്തെ ജോലിയുള്ള ചന്ദ്രന്റെ പിതാവുണ്ട്, രാഘവൻപുള്ളി എന്നൊക്കെ ഞാൻ തൊട്ടയിലൊക്കെ. അപ്പം അങ്ങനെ ചോറ് കൊണ്ട് പോകണമെങ്കിൽ സൈക്കിളിൽ ചവിട്ടാം. ഒന്നില്ല ചന്ദ്രൻ ചവിട്ടും, ഇല്ലേ ഞാൻ പുറകിൽ പാത്രം പിടിക്കും, ഞാൻ ഇതിനോട് പാത്രം. അപ്പം അവിടെ ചെല്ലുമ്പം അവിടെ ഞങ്ങൾ തയ്യപ്പാണ്, അതിന് അമ്പലത്തിനകത്ത് കയറും. അതായത് തിരുവല്ല ക്ഷേത്രത്തിൽ പോലീസുകാരെ ഭണ്ഡാരം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം എന്നെ കാണുമ്പം അയാൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ വരുമ്പോൾ നിന്നെ ഞാൻ സോമനെന്ന് വിളിക്കൂ. അപ്പോൾ അങ്ങനെ അവിടെ കയറുമ്പോൾ അങ്ങനെ ആ സോമൻ വിളി എന്നെ ഇവരല്ലേ എന്നെ സോമ എന്നാ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവര് എന്നെ ഈ നമ്മുടെ സോമന സ്നാനപ്പെടുന്നത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ കരക്ക് കയറി
ഞാൻ പിരിഞ്ഞു പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾ തൊട്ട് ഇടത്തില്ല അവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടും പോകാതെ ഇങ്ങനെ ബന്ധപ്പെട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി അപ്പം സ്നാനപ്പെട്ടപ്പോ വീട്ടുകാർക്കൊന്നും എതിർപ്പൊന്നുമില്ല. അയ്യോ ഞാനിത് ഗുണപ്പെടാൻ പാടിച്ചോണ്ടിരിക്കുക. എൻ്റെ അപ്പനൊക്കെ എന്നെ അടിച്ച് ഇടത്തുകൾ അടിച്ചിട്ട് 2 വടി ഒടിഞ്ഞാലും ഞാൻ കരകയറാം. അപ്പൊ അത്രയ്ക്ക് കുരുത്തക്കേടാ കയ്യില്. അത്ര അത് പറയുന്നില്ല അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും ദൈവഭാഗത്ത് വരാനായിട്ട് ഞങ്ങളുടെ വീട്ടുകാർ മർത്തോമക്കാരാണല്ലോ, അവർക്ക് അങ്ങനെയൊന്നും ഇതില്ല. എൻ്റെ മാനസാന്തരം എല്ലാവരെയും പിടിച്ചു കുലുക്കി, നാടിനെ ഇളക്കി. പിന്നെ ഇറങ്ങുന്നത് ഞാൻ സുവിശേഷം പറയുന്ന ഉപദേശമായിട്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ എല്ലാം സുവിശേഷം ഞാൻ തെറ്റ് ചെയ്ത് പോയി എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. 6 മാസം ഞാൻ BA പാസ്റ്റർ ചർച്ചയിൽ നടന്നു കൂടി. അപ്പോൾ ആ സഭ സ്പ്ലിറ്റ് ആയപ്പോൾ എനിക്ക് ഇപ്പോൾ BA തമ്മിൽ ചെറിയ പ്രയാസമുണ്ട്. അപ്പം എന്നെ അടുത്തൊരു അയൽവക്കക്കാരൻ കലിശ്ശേരി കൊണ്ടു. കലിശ്ശേരി അങ്ങനെയാണ് ഞാൻ കലിശ്ശേരി വിസിറ്റ് ചെയ്തത്. അപ്പം അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ME വന്നു. അദ്ദേഹം അവിടുന്ന് 4 വർഷം താമസിച്ചു. അദ്ദേഹമാണ് അതായത് കലിശ്ശേരി IPSയുടെ പാസ്റ്ററായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. അവിടെ അന്ന് ആ സമയത്താണ് എനിക്ക് അങ്ങനെയാണ് ME റീസുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയൊക്കെ ഒരുപാട് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വളരെ നന്നായി ജീവിച്ചത് യാസനായുള്ള അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഒത്തിരി തമാശ പറയുന്നത് അതൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് സിദ്ധമായിട്ടുണ്ട്. അന്നേരം അദ്ദേഹം ഞാൻ പറഞ്ഞത് വിമീപരിശമായിട്ടുള്ള ആ അടുപ്പവും ഒക്കെ എനിക്ക് അവിടെ വലിയ അനുഗ്രഹമായി തരും. ആ സമയത്താണ് ഞാൻ ഹൈസ്കൂളിൽ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് മാസം കൂടെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കാൻ കുമ്മഴാണ്. എബ്രഹാം കോളേജിൽ 75 മുതൽ 75-76 വർഷങ്ങൾ. അന്ന് അദ്ദേഹം മരിച്ചു. 74 മരിച്ചു. അന്ന് തീസപ്രഭാവം. ഞാൻ കെ എബ്രഹാമിനെ പരിചയമുണ്ട്, പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം മരിച്ചു. 74 മരിച്ചു. ഈ ബൈബിൾ സ്കൂളിൽ എത്ര കാലം പഠിച്ചു? 2 വർഷം. 2 വർഷം ജൂൺ മുതൽ ഡിസംബർ വരെ അത്രേ പഠിച്ചു. അന്ന് കൂടെ പഠിച്ചവരൊക്കെ ഓർമ്മയുണ്ടോ? അവിടെ എബ്രഹാം ജോർജ്, അദ്ദേഹം സീനിയറായിട്ട് 1 വർഷം പഠിച്ചതാണ്. എൻ്റെ പുറകെ പഠിച്ചാണ് CA തോമസ്. ഇപ്പം പ്രധാനത്തെ സെൻട്രൽ പാസ്റ്ററായിട്ട് CA തോമസ് എൻ്റെ ജൂനിയറാണ്. അപ്പം അങ്ങനെ പ്രസിദ്ധരായ ആളുകളൊക്കെ എന്നോട് അന്ന് പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം സെൻട്രൽ പാസ്റ്റർമാരാണ്. ഞാൻ ഇവിടെ സെൻട്രൽ പാസ്റ്റർ. എന്തുകൊണ്ട് സെൻട്രൽ പാസ്റ്റർ ആകാൻ ആരും തന്നില്ലേ? അതോ അല്ല, എനിക്ക് ഒരു ഇടയ ശിശു എന്ന നിലയിൽ എൻ്റെ ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത് ഈ സുശേഷമൊക്കെ പറഞ്ഞ് വീടുകളിൽ ചെല്ലുക, പരസ്യവും നടത്തുക. ഞാൻ എറണാകുളത്തായിരുന്നപ്പം ഒരു സൈക്കിൾ എന്ത് ചെയ്യുക, ഒരു പെൺഡ്രൈവിനകത്ത് ഞാൻ തന്നെ പറഞ്ഞ പാട്ട് വെട്ടി പോയി പറഞ്ഞ ഒരു അരമണിക്കൂർ നീളുന്ന ഒരു പ്രസംഗം ഞാനും എൻ്റെ ഭാര്യയും കൂടെ 5 മണിക്ക് ഇറങ്ങി ആ നിർണം പ്രദേശത്ത് ഞാൻ കണ്ണാട്ടി ചെന്നപ്പോൾ എല്ലാം ഞാനിത് സൈക്കിൾ ഉപദേശമായിട്ടാണ്. ഞാൻ വെളുപ്പിനെ ഞങ്ങൾ നടന്ന് ഒരു 5 കിലോമീറ്റർ നടക്കുമായിരുന്നു. കൂടെ നടന്നതാണ് പാസ്റ്റർ KT ഉമ്മൻ കണ്ണങ്കേരി. അപ്പൊ ആ നിലയിലുള്ള ശുശ്രൂഷയെ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് വേറെ എനിക്ക് ഓഫറൊക്കെ വന്ന ഡോക്ടർ KP യോഹന്നാനൊക്കെ എന്നെ വിളിച്ചതാണ്. KP യോഹന്നാനെ മാത്രമല്ല, KP യോഹന്നാന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പണമൊക്കെ ഉണ്ടായിരുന്നു. KP യോഹന്നാൻ പാസ്റ്റർ ആയിരുന്ന ഒരാളൊരു സെൻട്രൽ പാസ്റ്റർ ആകേണ്ടതല്ലായിരുന്നു, അതിനുള്ള വകുപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് വിളിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സെൻട്രൽ പാസ്റ്റർ ആകാൻ വിളിയില്ല. IPSൽ ആദ്യമായിട്ട് ഒരു പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ ആകാൻ വിളിയില്ലെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അല്ല, എനിക്ക് വിളിയില്ല. ഞാൻ പറഞ്ഞു വിളി നമ്മൾ കണ്ടക്ടർ വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല, അത് ഡ്രൈവർ തന്നെ ഓടിക്കണം. എന്നാലും കുറെ കാലത്തെ പരിചയം കൊണ്ട് അല്ല, അതുകൊണ്ട് അപകടം ഉണ്ടാകും എന്നുള്ള ഇതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതിനെ സംബന്ധിച്ച ഒരു കാര്യം എനിക്ക് പറയാനില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ അധ്യായം വിടുക. അപ്പം ഞാൻ ലോക്കൽ പാസ്റ്ററായിട്ട് മരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്ത ദിവസം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന് എനിക്കൊരു കോട്ടും ഒക്കെ ഉണ്ടാക്കി തരാൻ ഒരു പാസ്റ്റർ ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഈ ഡ്രസ് തന്നെ മതി, ഉപദേശിയായിട്ട് മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എത്ര വർഷം പാസ്റ്ററായിരുന്നു? 50 വർഷം. 50 വർഷം പാസ്റ്റർ ആയിരുന്നിട്ട് സെൻട്രൽ പാസ്റ്റർ ആകണമെന്ന് മോഹം ഉണ്ടാകാഞ്ഞ മോഹമുക്തനായ ഒരു പാസ്റ്ററാണ്. അതെ, സത്യവും. എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിപ്പിച്ച ആളുകൾ, ഡോക്ടർ KP യോഹന്നാൻ്റെ
ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഞാൻ 16 വർഷം പഠിപ്പിച്ചതാ. ബൈബിൾ സ്കൂളിൽ 16 വർഷം പഠിപ്പിച്ചു തെങ്കാശി മുതൽ തോട്ടഭാഗം വരെ. അച്ഛൻ എന്തു പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ലേഖനങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ കാര്യമുണ്ടല്ലോ. ഈ ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇടയന്റെ ജീവിതം, ഉപദേശവും ജീവിതവും ഒരുപോലെ പോകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടെ ചെന്നാലും എൻ്റെ ശിഷ്യന്മാരുണ്ട്. ഈ അത് പറഞ്ഞപ്പോഴേ ഇപ്പൊ ഈ ശുശ്രൂഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അതെ. ഈ ഒരു 5 ഉപദേശം പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാർക്ക് ഒരു ഇടയ ശുശ്രൂഷകന് കൊടുക്കാൻ പറഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇടയ ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടെന്ന് ബോധ്യപ്പെടുക. 2, മാതൃകാപരമായി വിശ്വാസികളുടെയും നാട്ടിലും ജീവിക്കണം. 2, ഒന്നിൽ ഒരു സഹോദരൻ ഇല്ലേ കൂടെ താമസിക്കുന്ന ഭാര്യ, അവരെ കൊണ്ട് മാത്രമേ വിസിറ്റിങ്ങിന് പോകാവൂ. ഒറ്റയ്ക്ക് പോകരുത്. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിലും പോയിട്ടില്ല. 50 വർഷത്തിനിടയിൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിലും പോയിട്ടില്ല. 74 വയസ്സ് എനിക്ക് പോകണ്ട. എൻ്റെ ഭാര്യക്കൊക്കത്തില്ലേ, ഞാൻ പോകത്തില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകുന്ന ഒഴിച്ച് ബാക്കി എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്. അത് ഡോക്ടർ KP ഒക്കെ പറയുന്നത് തന്നെ കീരിയും ചെങ്കീരിയും എന്ന് പറയുന്നത്. ഞാൻ കീരിയാണെങ്കിൽ ചെങ്കീരിയാണല്ലോ പാമ്പിനെ, അല്ല പാമ്പിന്റെ തല ഇറക്കുന്നത് ചെങ്കീരിയാണ്. അപ്പം എന്നേക്കാൾ കൃപ കൂടിയതാണ് എൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞമ്മ ഏറ്റവും കൂടുതൽ ഞാൻ വിളിക്കുന്ന പേരതാ. അപ്പം അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ 2 കാര്യമാണ് പറഞ്ഞേ. മൂന്നാമത്തെ കാര്യം ഈ ഇടയ ശുശ്രൂഷ. ഞാൻ പറഞ്ഞത് ഒന്ന് സാക്ഷി ദർശനം ഉണ്ടാകണം, വിളിയുണ്ടെന്ന്. പിന്നെ വിശ്വാസികൾക്കും സമൂഹത്തിൽ മാർഗടിച്ചിരിക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഈ എന്തുവാ ഭാര്യയും കൊണ്ട് ഇല്ല, പിന്നെ ഒരു സഹോദരനെ കൂട്ടിക്കൊണ്ട് പോകണം. അതിന് മാതൃക കാണിച്ചത് പാസ്റ്റർ MV അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ബിസിനസ് സുഖമില്ലായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോയി. അത് ഒരിക്കലും തന്നെ ഒന്നും പോകത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രായമുള്ള ആളാണെങ്കിൽ ആ മാതൃക ഞാൻ പിൻപറ്റുക. അപ്പോൾ അതിനു മുമ്പിൽ നമുക്ക് ഒരുപാട് അപവാദങ്ങളിൽ ഒഴിയാം. അങ്ങനെ അപവാദങ്ങളിൽപ്പെട്ട ഒരുപാട് ദേവദാസന്മാരെ എനിക്ക് അറിയാനും പറ്റിയിട്ടുണ്ട്. അവരത് വിശ്വസിച്ചില്ല. പക്ഷെ സത്യമല്ല, പലതും സത്യമല്ല. പക്ഷേ അങ്ങനെ അവരെ കുറിച്ച് അങ്ങനെ പറയത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് പഴഞ്ചൊല്ലുണ്ട്, പുറ്റിനിടെ വള്ളി കിടന്ന പാമ്പെന്ന് തോന്നും. അത് ടണർ റോഡിൽ ഒരു വള്ളി കിടന്ന പാമ്പാന്ന് തോന്നുന്നില്ല. പക്ഷെ പുറ്റിനെ, ആ പാമ്പിനെ എന്റെ സാന്നിധ്യം ഉള്ള സ്ഥലം പുറ്റ്. പക്ഷെ അതൊരു വള്ളിയാണ്. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഇത് പാമ്പിനെ കണ്ടു പറഞ്ഞവരാണ് ഈ കാര്യങ്ങൾ. ഒരു 90% അങ്ങനെയാണ് എന്റെ ചിന്ത. മലപ്പുറം പാപത്തിൽ വീഴുന്നവർ കാണും. പക്ഷെ ഇതൊക്കെ ചെറിയ റൂമറാണ് അങ്ങനെ സംഭവിക്കുന്നതായി എന്റെ ചിന്ത. പിന്നെ പ്രാർത്ഥന ജീവിതം, വചന പഠനത്തിൽ നമുക്ക് പ്രസംഗിക്കാൻ വചനം വേണ്ടേ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരു നല്ല പ്രസംഗനാണോ? ഞാൻ വലിയ പ്രസംഗനല്ല. പക്ഷെ ഒരു ഇടയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം എനിക്ക് ദൈവം തരും. അതെങ്ങനെ തരുന്നു? ഇപ്പൊ രാത്രി കിടക്കുമ്പോൾ സ്വപ്നത്തിൽ കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഒരു സഭയുടെ സാഹചര്യം പാസ്റ്റർ മനസ്സിലാക്കുക. കാരണം 2-3 പേര് ലോകത്തെ കഴിയുക, ശ്രദ്ധിച്ചേ. അപ്പൊ അതിനനുസരിച്ചുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. ഞാൻ എന്നോട് പലരും പറഞ്ഞോണ്ട്, പാസ്റ്ററെ ഇന്ന് സഭ പ്രശ്നം ഉണ്ടാവും, ഇരുമുട്ടിൽ നമ്മൾ ഏറ്റുമുട്ടും, പലത്തും അങ്ങനെ ഉണ്ടല്ലോ. അന്നേരം ഞാൻ ഇതറിഞ്ഞൊരു പ്രാർത്ഥിച്ചത്, എനിക്ക് ഒരു സങ്കീർത്തന ഭാഗത്തിന് വചനം തന്നാൽ അത് പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ ബോംബ് പൊട്ടാൻ വന്ന ആളുകൾ പൊട്ടിക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന് കൃപയാ. അല്ല ഞാനൊരു പ്രസംഗനായിട്ട് എന്നെ ഒരാൾ ഇത് പ്രസംഗിക്കാൻ വിളിച്ചിട്ടില്ല, ഞാനങ്ങനെ പോയിട്ടുമില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ച സഭയിൽ ഭക്ഷണം കൊടുക്കാൻ, ആത്മീയ ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ ഭാര്യ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ സഭയിൽ കുത്തി പ്രസംഗിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ കുത്തി പ്രസംഗിക്കില്ല. പക്ഷെ കുത്തി കൊള്ളുന്ന പ്രസംഗമുണ്ട്. അല്ല, നമ്മളെ കുത്തി പ്രസംഗിക്കല്ല. നമ്മൾ ഒരു വിഷയം വരുമ്പോൾ അതിന് വചനം പറയുമ്പോൾ അത് ദൈവം പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം പറഞ്ഞാൽ കുത്തുകൊള്ളും. അവർക്കത് ദോഷമായിട്ട് വരത്തില്ല. അല്ല, ഇനി ആർക്കെങ്കിലും
ഒരു പ്രയാസമായി തോന്നി എന്നെനിക്ക് തോന്നിയാൽ ഞാനും എൻ്റെ ഭാര്യയും വൈകിട്ടൂടെ പോകും. ഓ, ആ വീട്ടിൽ പോകും. ആ വീട്ടിൽ പോകും. വീട്ടിൽ ചിലപ്പോൾ അവർക്ക് അവരെ കുറ്റമല്ല, പക്ഷെ അവർക്ക് നമ്മൾക്ക് തോന്നി ഇന്നർക്കെല്ലാം പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ അവരുടെ പ്രയാസം ചെയ്യും. ഓക്കെ. ഈ ഒത്തിരി ഉടക്കന്മാരായിട്ടുള്ള വിശ്വാസികളൊക്കെ ഈ പല സെൻട്രൽ ടാങ്കൂറിലെ പല സഭകളിലാണല്ലോ പ്രധാനമായിട്ട് ശുശ്രൂഷിച്ചത്. അതെ. അപ്പോൾ ഈ പാരമ്പര്യമുള്ള, നമ്മളെക്കാട്ടിൽ അറിവുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ മിടുക്കന്മാരെന്ന് കരുതുന്ന വിശ്വാസികളൊക്കെ ഉള്ള സഭയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഉടക്കന്മാരായിട്ടുള്ള വിശ്വാസികളൊക്കെ പല സഭകളിലും എല്ലാ സഭകളിലും ഉടക്കന്മാരുണ്ട്. ഉണ്ട്. എങ്ങനെ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യും? ഉടക്കന്മാരില്ലാത്ത സഭ ഉണ്ടാകുന്ന സഭത്തിൽ പോകണം. ഇവിടെ എല്ലാ സഭകളിലും ഒരു അനാത്മനില്ലാത്ത ഒരു സഭ ഭൂമിയിലില്ല. അത് നമ്മുടെ പഠനം തന്നെ. പിന്നെ ഏറ്റക്കുറച്ചിലുണ്ട്. ചിലര് നേരെ അറ്റാക്ക് ചെയ്യും, ചിലര് പാത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അവരെ അറിയത്തില്ല. അത് എന്ന് പറയുന്ന ക്വയറ്റ് കില്ലർ എന്നാ പറയുന്നത്. പറഞ്ഞാൽ സാവധാനത്തിന് അവരാർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനെനിക്ക് ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹോവയ ദൈവം സീമൊക്കെ കൊടുത്ത മന്ന, അത് ആദ്യത്തെ വർഷം തേൻ കൂട്ടിയ ദോശ പോലെ, രണ്ടാമത്തെ വർഷം നമ്മൾ വായിക്കുന്ന സാധാരണ ദോശ പോലെ. അത് നമ്മൾ സംഖ്യാപുസ്തകം പുറപ്പാട് പുസ്തക മന്ന തേൻ കൂട്ടുക. എന്നാൽ അതിൻ്റെ 21 ചെല്ലുമ്പോൾ ഈ സാരമില്ലാത്ത ആഹാരം ഞാൻ കേന്ദ്രം 3-ാം വർഷം സാരമില്ലാതാകും. അപ്പം അന്ന് നമ്മളെ യാത്രയൊക്കെ വന്ന ആളുകൾ, അതായത് പാസ്റ്റർ പറഞ്ഞു വരുന്ന ഇതാണ്, ഒരു പാസ്റ്റർ ഒരു പുതിയ സഭയിൽ ചെല്ലുമ്പോൾ 1-ാമത്തെ വർഷം പാസ്റ്ററെ അങ്ങ് പൊക്കി എന്തോ ഒരു സ്നേഹം തേൻ കുട്ടി ദോശ പോലെയാണ് പാസ്റ്റർ വാക്കുകളെല്ലാം. അതെ. അപ്പൊ 2-ാമത്തെ വർഷം രുചി കുറഞ്ഞു. ഇതൊന്നും മന്നയുടെ കുഴപ്പമല്ലല്ലോ. അല്ലല്ലോ, മന്നയുടെ കുഴപ്പമില്ല, ദൈവത്തിന്റെ കുഴപ്പമില്ല. പക്ഷേ രുചി കുറഞ്ഞു. പക്ഷെ 3-ാം വർഷമായപ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ വിളിച്ചു പറയും, സെൻട്രൽ ഭാഷയെ വിളിച്ചു പറയും, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്തിനാന്ന് പറയുന്ന ഇതാണ് മനുഷ്യൻ. അതിനകത്ത് നമുക്ക് അത് നമ്മളത് നമ്മൾ കാര്യം അറിയണ്ടേ. അപ്പൊ അതന്നെ അന്നേരം നമ്മൾ 3 വർഷം കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാതെ പോകണം. 3 വർഷം കൊണ്ട് 3 വർഷം കഴിയുമ്പോൾ ഒരു പാശുവിനെ പിടിച്ചു നിൽക്കരുത്. ഒരിക്കലും പിടിച്ചു നിൽക്കരുത്. 3 വർഷം എഴുതിയ സഭയിൽ 4-ാം വർഷം ഇരിക്കാൻ ശ്രമിക്കരുത്, ചെയ്യരുത്. ഈ എവിടുന്നെങ്കിലും ഈ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ചിലപ്പോൾ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, 9-ാം ക്ലാസ് പഠിക്കുക, 10-ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ ഒരു പാസ്റ്റർ അവിടുന്ന് മാറ്റണം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല. കാരണം ഞങ്ങളുടെ മോന് 3 വയസ്സല്ല, ഞങ്ങള് നിരണത്തിൽ ചെല്ലുന്നു. ഞങ്ങളെ പാസ്റ്റർ ഫിനി 3 വയസ്സിൽ അവിടെ ചെല്ലുന്നു. അപ്പം അവിടെ ഞങ്ങൾ 6 വർഷം ഇരുന്നു. അന്നേരം അവനെ അവിടെ 8-ാം ക്ലാസ്സിലോട്ടാണ് ഞാൻ അനിയത്താൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ 3 വർഷം ഇരുന്നപ്പോൾ 10 കഴിഞ്ഞു. അല്ല 3 വർഷം ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? 8, 9, 10. 10. അവിടെ നിന്നാണ് ഞങ്ങൾ നിരണത്തിൽ ചെല്ലുന്നത്. നിരണത്ത് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങൾ വേങ്ങൽ നിന്ന് അനിയത്താൻ 7-ാമത്തെ വർഷം എഴുതി ജയിച്ചാണ് ഞങ്ങൾ അവനെ കൊണ്ട് നിരണത്ത് വരുന്നത്. അപ്പോൾ 8 മുതൽ അവൻ MGM സ്കൂളിലാണ് പഠിച്ചത്, തിരുവല്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇത്ര വർഷം നിന്നല്ലോ. അപ്പോൾ +2 ഒക്കെ അവനാണ് അവിടെ തന്നെ. +2 കഴിഞ്ഞപ്പോൾ അവനെ മഴക്കാലായി പഠിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ മോള് 3-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലാണ് മോളെ ഞങ്ങൾ നിരണത്ത് കൊണ്ടുവന്നത്. അവള് തുടർന്ന് വന്നപ്പോൾ ഞങ്ങൾ അത്രയും വർഷം ഞങ്ങൾ 10-ാം ക്ലാസ്സും ഒക്കെ അവിടെ പഠിച്ചത്. 10-ാം ചെയ്തപ്പോൾ +2 +1 അന്ന് പ്രീകരിക്കുക അത് ഇരാണ്. അപ്പം എനിക്ക് അഭിപ്രായമോ നെയ്യം തന്നില്ല അങ്ങനെ. പക്ഷെ ഒരുപാട് ആളുകൾ എഴുതിയതാ പറഞ്ഞ് ഈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പോയ ഒരുപാട് ഞങ്ങൾ എഴുതിയതാ. അങ്ങനെ പാസ്റ്റർമാരെ പീഡിപ്പിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ എനിക്കറിയാം. എനിക്ക് പിന്നെ ആ പീഡനം ഉണ്ടായിട്ടില്ല. തിരിച്ചു വന്നാൽ ഇടയ ശുശ്രൂഷകനായി മുന്നോട്ട് വന്നതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളിങ് ദൈവം നൽകി എന്ന് ഉറപ്പുണ്ടായത് കൊണ്ടാണ് സത്യത്തിൽ ഈ സെൻട്രൽ പാസ്റ്റർ ആകാനോ മറ്റേ പദവികൾക്ക് വേണ്ടി ഒന്നും ശ്രമിക്കാതെ. എന്നാലും IPCയിലെ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ കൗൺസിലോട്ടൊന്ന് മത്സരിക്കാറുണ്ടല്ലോ. ഇല്ല, എനിക്ക് കൗൺസിലിൽ ഞാൻ കുമ്പാട്ട് പോകുന്നത് കുമ്പാട് കൺവെൻഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ പോകത്തില്ല. എന്നെ ആരും വിസ്തരിക്കാൻ കുമ്മനാട് അങ്ങനെ വിസ്തരിക്കാൻ ഇതുവരെയും വിളിച്ചു സാധ്യത കുറവാണ്. അപ്പം കാരണം നമ്മൾ ദൈവത്തിന്റെ കൃപയാണ് നിന്നതല്ല,
ദൈവം നിർത്തിയതാണ്. ഞങ്ങൾക്കൊന്നും പറയാനില്ല, ദൈവത്തിൻ്റെ കാരണം. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഈ ഒരു കാര്യം ഇറക്കാൻ പറ്റുന്നത്. അല്ല, ഇത് വായിക്കുന്നവരെക്കാളും നിവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സഭകളും നല്ല മാതൃകയോടുകൂടെ ഞാൻ പോകുമ്പോഴൊക്കെ ഒരു വർഷം കൂടെ പാസ്റ്റിരിക്കണം. ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആനപ്പുറമായി നിന്ന് മറ്റൊരു സഭക്കാർ പാസ്റ്റർ വിളിക്കുകയും പാസ്റ്റർ വന്നത് ഭയങ്കര അനുഗ്രഹമായി. അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ കൂടിയോ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയ കാര്യമൊക്കെ അതിന് അറിവാണ് പത്രോസ് പാസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നല്ല യാത്രയായി മേടിച്ചു. ഞാൻ പുള്ളിക്കൊക്കെ അവർ ചർച്ച എനിക്ക് നല്ല യാത്രയായി അയച്ചതിന് ഇപ്പം നീലം പറയിട്ട് വിട്ടു. ഈ ബൈബിൾ സ്കൂൾ പഠിത്തം കഴിഞ്ഞിട്ട് കുമ്മനാട്ടെ പഠിത്തം കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയത് ആദ്യം? അല്ല, ഞാൻ അതാ പറയാൻ പറ്റും. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് IPCക്ക് മംഗലത്തിലൊരു സഭയില്ല. അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില സഹോദരന്മാരെ പരിചയപ്പെട്ടു. അന്ന് അവർ ചാരം ചർച്ച ചെയ്ത് നിൽക്കുക. അപ്പം അവർ പറഞ്ഞപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുകയല്ലേ, അപ്പം ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് നടന്ന സമയത്ത് പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് IPC ബന്ധമുണ്ടാകും. ഞാൻ പോയി MUS സാർസോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവരെ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ 4 കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നവർ സംസാരിച്ചു. അപ്പം IPC എണ്ണം നോക്കിയാൽ അന്ന് 10 മെമ്പേഴ്സ് വേണം. അപ്പം ഒരു പാസ്റ്ററെ ആക്കണ്ടേ. അന്നേരം അവർ പറഞ്ഞു, ഇദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുകയാണല്ലോ, ഇദ്ദേഹത്തെ വിട്ടാൽ മതി. അപ്പോൾ അത് എന്നിൽ കണ്ട ഒരു ദർശനമാണ്. MUS കരിശ്ശേരിയിൽ ഇവരെ വിളിച്ചു കൂട്ടി. അവർ വന്നു. അവിടെ വെച്ച് എന്നെ പ്രാർത്ഥിച്ച അടുത്ത ആഴ്ച അങ്ങോട്ടാക്കി. ഈ മംഗലത്തിനൊരു പ്രത്യേകതയുണ്ട്, അറിയാവോ? K. എബ്രഹാമിന് അടി ആ സ്ഥലത്ത് അവിടെ നമ്മൾ സഭയിലായിരുന്നു. ഇപ്പോൾ 50 വർഷം ഞാൻ ആരംഭിച്ച സഭയാണ് വാഴാറമംഗലം IPC. അവിടെ ഇപ്പം ഒരു 10 കുടുംബങ്ങളും 3 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നല്ല അംഗീകൃതവരെ പോകുന്നു. പാസ്റ്റർ K. എബ്രഹാം, മിസ്സസ് അമ്മച്ചി ഒരു സഭായോഗത്തിന് വന്നപ്പം കോഴഞ്ചേരി മോനച്ചനെ, നമ്മുടെ അമേരിക്കയിലുള്ള അരിപ്പള്ളി ബാബു ഇവരെല്ലാം കൂടെ, നമ്മുടെ TSന്റെ മരുമകൻ ഷാജി, ഇവരെല്ലാം കൂടെ ഒരു യോഗത്തിന് അവിടെ വന്നു. വാഴാർമംഗൽ അന്ന് 30 രൂപയുടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിനകത്താണ് വന്നത്. അപ്പം അമ്മച്ചി പറഞ്ഞതാണ് K. എബ്രഹാമിനെ ഒരു സ്വാമി എന്ന് പറഞ്ഞ ടർക്കിക്ക് പിടിച്ച് കഴുത്തെ മുറുക്കിയൊക്കെ അമ്മച്ചി പറഞ്ഞാൽ എനിക്ക് ഓർമ്മ. IPCയുടെ ചരിത്രത്തിൽ പാസ്റ്റർ K. എബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഈ വാഴാമംഗലത്ത് വെച്ച് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു പീഡന ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ സ്ഥലത്താണ് പാസ്റ്റർ പറയുന്ന ഒരു IPCക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സഭ സ്ഥാപിക്കുവാൻ പാസ്റ്റർ തോമസ് പാസ്റ്റർ ദൈവം ഉപയോഗിച്ച കഥയാണ് പറയുന്നത്. 50 വർഷം മുമ്പ് അദ്ദേഹം സ്ഥാപിച്ച സഭ ഇന്ന് 60ഓളം കുടുംബങ്ങളുള്ള വലിയൊരു സഭയാണ്. ഓക്കെ, അപ്പോൾ ആ വാഴാമംഗലത്ത് എത്ര കാലം ഇരുന്നു? 4 വർഷം. 4 വർഷം. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ ഹോളൊക്കെ പാടും. അവിടെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? ഇല്ല, കല്യാണം കഴിച്ചിട്ട് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയത്. ഓ, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ പഠിക്കാൻ പോകും. ഈ 26-ാം തീയതി കല്യാണം കഴിച്ചു. അടുത്ത ജൂൺ 2-ാം തീയതി ക്ലാസ്സിന് പോയി. അപ്പം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത പരിപാടി കല്യാണം കഴിക്കില്ല? അല്ലല്ല, പിന്നെ 4 വർഷം കഴിഞ്ഞല്ലോ. ഞാൻ 71 രക്ഷിക്കപ്പെട്ടു. 71 ഞാൻ MUSന്റെ കൂടെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ശിഷ്യനായ പ്രസംഗം എടുത്ത് പറഞ്ഞൊക്കെ ഞാനായിരുന്നു. അങ്ങനെ നടക്കാറ്. മറ്റെന്തെങ്കിലും ഭൗതിക ജോലികൾ ചെയ്തു പോയിട്ടുണ്ടോ? എനിക്ക് മെയ്സൺ പണി അറിയാം. അത് ഞാൻ കണ്ടുപഠിച്ചതാ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കരിങ്കല് കെട്ടിയ പരിപാടി എല്ലാ ആയുധം എൻ്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ ജോലിക്ക് പോയി കാശൊക്കെ കിട്ടുമായിരുന്നു? അങ്ങനെ കാശ് കിട്ടുമായിരുന്നു. പക്ഷെ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ വരുമാനമില്ലല്ലോ. അപ്പൊ എന്നാലും എനിക്ക് കൂടെ പണിത ഒരാള് ശനിയാഴ്ച ഒരു പണി തരും. അപ്പൊ അന്ന് 15 രൂപ കിട്ടും. ആ 15 മതി അന്നത്തെ കാലമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേറൊരു കാര്യവും. ഞാൻ 3 സഭ ഓളൊക്കെ പണിതപ്പം എനിക്ക് 1-2 സഭകളിൽ എന്നെ കല്ലനാന്ന് പറഞ്ഞ് എടുത്തില്ല. എടുത്തില്ല. പിന്നെ KC യോണ് ഞങ്ങളെ കല്ലനല്ലെന്ന് അറിയാം. ഞങ്ങളുടെ വീട്ടിൽ ആരും കല്ലന്മാരില്ല. എനിക്ക് ഇത് കണ്ടുപഠിച്ചു. കല്ലെന്ന് പറഞ്ഞാല് മേസ്ത്രി പണി ചെയ്യുന്ന പേരാണ് കല്ലന്മാർ. അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് 2-3 സഭകളിൽ എനിക്ക് അവസരം തിരുത്താനും ഉണ്ടായി. പക്ഷെ പിന്നെ യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ അവരത് അല്ലെന്ന് മനസ്സിലായി എന്ന് പറയാം. അപ്പം പിന്നെ ഈ തോമസ് പാസ്റ്ററെ കുറിച്ച് എൻ്റെ ഒരു അറിവനുസരിച്ച്
ഈ ചെന്നിടത്തെല്ലാം എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉണ്ട്. അല്ലേ? അതേ പറഞ്ഞ ഈ വാടാമംഗലം, വേങ്ങല്, മൂവാറ്റുപുഴ, വാളകം, നെല്ലാട് അവിടെ ഒരു വളരെ ഗംഭീര ഹോളാണ് നടന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ സഹോദരന്മാരെ ഇതിൽ പോരാന്ന് പറഞ്ഞിട്ട് ഉത്സാഹിപ്പിച്ച് മനോഹരമായൊരു ഹോള് ഞാൻ അതിനകത്ത് നല്ല പങ്കും ഞാനും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പല ഭാഷമാരും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അവരുടെ കാലത്ത് ചെയ്യത്തില്ല. അറിയത്തില്ല അതിനെക്കുറിച്ച്. നമുക്ക് ഇത് ചെയ്ത് ശീലം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് ചെയ്തേ ഉള്ളൂ. അല്ല, അങ്ങനെ പണിയൊക്കെ നടക്കുകയാണെങ്കിൽ ഭാഷ വരുമാനത്തിന് കുറവ് വരത്തില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ വരുമാനക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, അതൊക്കെ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായത്, എനിക്ക് വിശുദ്ധമായ രോഗമൊന്നുമില്ല. ഓ, അതൊന്നും ഞാൻ പ്രഷർ ഒന്നുമില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഷുഗർ ഉണ്ടോ? ഷുഗറും ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഒരു അസുഖം എനിക്കില്ല. സാധാരണ ഈ പാർശ്വന്മാര് സാധാരണ ഈ വീടുകളിലെല്ലാം നിന്ന് ഈ കാപ്പി കുടിക്കേണ്ടി വരുന്നുണ്ട്. ചായയും കാപ്പി അവർ തരുന്നെല്ലാം കുടിക്കുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെയാ സത്യത്തിൽ ഈ പാർശ്വസിന് ഈ രോഗം ഞങ്ങൾ കുടിക്കുമായിരുന്നു. 5-8 വർഷം മുമ്പ് കുടിക്കണം തീരുമാനിച്ചു. ഞങ്ങൾ വീട്ടിൽ കുടിക്കുന്നില്ല. ഇല്ല, ചായയും കാപ്പിയൊന്നും കുടിക്കുന്നില്ല. വെരി ഗുഡ്. എന്റെ കൈ കണ്ടു, ഇതെല്ലാം പണിയാ. തഴമ്പുണ്ട്. ഇപ്പം നല്ല തഴമ്പാ. ഞാൻ ഓതറ, എനിക്ക് സ്ഥലമുണ്ട്. ഓതറ എനിക്ക് ഇത് വെച്ചൊരെണ്ണം കൊടുത്താൽ സ്ഥലമുണ്ട്. അത്യാവശ്യം കൃഷിയൊക്കെ ഞാൻ ചെയ്തെടുക്കാറുണ്ട്. വിൽക്കാനൊന്നും പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അറിയാമോ, എനിക്ക് എന്റെ ശരീരം കീപ്പ് ചെയ്യാൻ. ഈ ശുശ്രൂഷന്മാരെ ഇപ്പം വേറെ കാര്യമുണ്ട്. ഇപ്പം ഒരാളൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വേദോസം എടുക്കാൻ തുടങ്ങിയ പിന്നെ പണിയൊന്നും ചെയ്യാൻ പാടില്ലെന്നുള്ള പൊതുധാരണ ഇല്ലേ? അത് തെറ്റാ. പൗലോസ് കൈകൊണ്ട് വേല ചെയ്തല്ലോ. പാസ്റ്റർ ടി.ജി. അമ്മച്ചൻ പൗലോസിന് ഉപജീവനത്തിന് വേറെ മാർഗം ഇല്ലാഞ്ഞോണ്ട് പുള്ളി ചെയ്തു. ഇപ്പം പിന്നെ തോമസ് പാസ്റ്ററെ പോലുള്ളവർക്ക് സഭയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ അധ്വാനത്തിന് പോകുന്നു? ഇല്ല, അത് ഞാൻ പറഞ്ഞ അതൊരു മനസ്സിന്റെ ഒരു ആഗ്രഹം, സന്തോഷമാണ്. പാസ്റ്റർ ടി.ജി. അമ്മച്ചനാണ് ഒരു മോഡൽ. അദ്ദേഹം പത്താപുര സഭയിൽ പാസ്റ്ററായിരിക്കുമ്പോൾ അദ്ദേഹമാണ് വിറക് മുഴുവൻ കയറുന്നത്. നല്ല പല വിറക് കയറുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മകൻ ജോലി വെച്ചാൽ അങ്ങനെ ജോലി ചെയ്യാറില്ല. പക്ഷേ അദ്ദേഹം നന്നായി പണിതിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേട്ടുകഴിഞ്ഞ് 4-5 പേര് പണിക്കുണ്ടെന്ന് പറയുമ്പോൾ അമ്മ കഞ്ഞി കൊണ്ട് ചെല്ലും. പക്ഷെ ഒറ്റ ആളെ ഉണ്ട്. ഈ പച്ചന്നര പണിയുന്ന 5 പേരെ കഞ്ഞി പുള്ളി കുടിക്കും. 5 പേരുടെ പണിയും പുള്ളി ചെയ്യും, 5 പേരുടെ കഞ്ഞി കുടിക്കും. അപ്പൊ എനിക്ക് അതൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം വേറെ പാസ്റ്ററെ എന്തിനെ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അല്പസ്ഥലമുണ്ട്. ഞാൻ വാഴ വെക്കുക, കപ്പ വെക്കുക ചെയ്യും. ഈ വിശ്വാസികൾ കൊണ്ട് കാര്യത്തിന്റെ പേരിലാണ് പണിയുന്നത്. പൊതുവിൽ അങ്ങനെ ഒരു ചിന്തയാ ഈ ആളുകൾക്കുള്ളത്. തന്നെയല്ല, ഈ പാസ്റ്റർമാരിങ്ങനെ അലക്കി തേച്ചൊക്കെ നടക്കണം, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു പൊതുചിന്ത വിശ്വാസിക്കുണ്ട്. പെട്ടെന്ന് ഓർത്തോണ്ട് ഞാൻ പറയാം. ഞാൻ വേങ്ങൽ ചെല്ലുമ്പം ഒരു വീട്ടിലായിരുന്നു. ചെറുകണ്ണ പൊടിച്ചാന്ന് പറഞ്ഞ അതിൻ്റെ പ്രധാന ഒരാൾ. അദ്ദേഹം ഇവിടെ വാടക മേടിക്ക് താമസിക്കുക. അദ്ദേഹം 5 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. അതിനകത്ത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടുപേര് പാറയിൽ നിന്നാണ്. അവിടെ 33 വർഷം പൊട്ടിച്ച പാറ ഞങ്ങളുടെ ആയിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയാം, ഞങ്ങൾക്ക് വഴിയപ്പം വലിച്ച് ചെറിയ പീസൊക്കെ കിട്ടും. അവിടെ ഞാൻ കല്ലിറക്കിയിട്ട് ഒരു കല്ലിനെ വിളിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കീറുന്ന ആളുണ്ട്, വിളിച്ച് കീറി ഞാൻ തന്നെ ഇത് ടറ കെട്ടുക, ഞാൻ തന്നെ ഞാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഞങ്ങളുടെ മോന് അന്ന് 5 വയസ്സുണ്ട്, ഞങ്ങളുടെ ഫിനിക്ക്. അപ്പോൾ അവന് ഭയങ്കര ഞാൻ പണിഞ്ഞപ്പോൾ അവന് എന്നെ കൂടെ പണിയിക്കില്ല. അതുകൊണ്ട് അവന് ഞാൻ ചുറ്റിയും മേടിച്ചു കൊടുത്തു പണിയാനായിട്ട്. അല്ലെ അവനെ കൂടെ പണിയിക്കില്ല, കുശി. ഉടനെ അപ്പം നേരെ വേണ്ടില്ല ജാക്കോപ്പള്ളി, അവിടുത്തെ ഒരു അച്ഛൻ വന്ന് ഇത് തന്നെ പണി, ഇത് പെന്തിക്കോസ്തരുടെ ഫെയ്ത്തുമാണ്. ഉടനെ അദ്ദേഹം കയറി വന്നു, തൊപ്പിക്കാരൻ അച്ഛനാ. ഉടനെ മേസ്ത്രി പാസ്റ്റർ എന്തിയെ പാസ്റ്ററോട് ചോദിക്കുകയാണ്. അപ്പൊ അന്ന കയ്യിലിയാ ആണെന്ന്. അപ്പൊ പറഞ്ഞു ഞാനാ ഇവിടുത്തെ പാസ്റ്റർ. പിന്നെ അന്യവിടത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പാസ്റ്ററെ, ഇതൊരു നല്ല മാതൃക. ഞാൻ എൻ്റെ പള്ളിയിൽ അടുത്ത ആഴ്ച പോയി പ്രസംഗിക്കും. അച്ഛന്മാരും പാസ്റ്റർമാരും പലതും പണിക്കള്ളന്മാരാ പറയാം, പണിക്കള്ളന്മാരാ. പക്ഷെ പാസ്റ്റർ നല്ലൊരു മാതൃകയും. അതിലിപ്പം പണന്നുകൊണ്ടിരിക്കുക. 5 വയസ്സൊക്കെ മോൻ കേൾക്കണം. അത് എപ്പോഴും ഞാൻ പറഞ്ഞത്, മോൻ ആരാകാനാ താല്പര്യം. അവൻ ചാടിക്കയറി പറഞ്ഞു, എൻ്റെ അച്ചാച്ചനെ പോലെ ഞാൻ പാസ്റ്ററാകും, ഞാൻ മേസ്ത്രി പണി ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വാഴയും വെക്കും.
ഫിന്നിയെ എനിക്ക് എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ഫിന്നി പാറയിൽ, വെസ്റ്റ് ബംഗാളിൽ അനുഗ്രഹീതനായ ഒരു മിഷണറിയാണ് അദ്ദേഹം. ഇന്ത്യ ബന്ധുക്രിസ്തീയ സഭയുടെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനാണ് ഫിന്നി. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയായ പാസ്റ്റർ തോമസ് പാസ്റ്ററുടെ മകനാണ് ഫിന്നി പാറയിൽ, പാസ്റ്റർ ഫിന്നി പാറയിൽ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. സന്ദർഭവശാൽ ഞാനത് ഓർമ്മിച്ചു. അതാ അല്ലപ്പോൾ അവന് പിന്നെ അവനോട് വന്നപ്പോൾ അവന് പാസ്റ്ററായല്ലോ. പാസ്റ്ററായി അവന് 25 വർഷമായി അവന് പൂർത്തീകരിക്കുക സഭാ ശുശ്രൂഷയിൽ. 25 വർഷമാകുക. അപ്പം അന്നേരം ഞാൻ അവനോട് ഇടയ്ക്ക് ചോദിച്ചടാ, നീ അച്ഛനോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പം പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഞാൻ പാസ്റ്ററായി. അന്നേരം പിന്നെ രണ്ടാമത് പറഞ്ഞ പണി എന്താ നീ ചെയ്യാഞ്ഞത്? അല്ലല്ല, മേസ്ത്രി. അച്ഛന് കിട്ടിയ പണി മതിയെന്ന്. അവനറിയാപ്പെടെ പറഞ്ഞ അതെ. അല്ല ഞാൻ അങ്ങനെ നിരണത്തിൽ ഇരുന്നപ്പോൾ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. അന്നേരം അച്ഛന് കിട്ടിയ പണി മതിയെന്ന്. ഓക്കെ, എനിവേ, അപ്പം പിന്നെ ഈ സഭാ ശുശ്രൂഷയിലെ മറ്റ് അനുഭവങ്ങൾ പറഞ്ഞാലേ, ഈ സഭ വളരുക എന്ന് പറയുന്നത്, ഇപ്പം നിരണത്തിരുന്നപ്പം ബദൽ ചർച്ചിൽ 40 എന്നുള്ളത് 80 കുടുംബങ്ങളായി. അപ്പോൾ പുതിയ കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ശുശ്രൂഷ, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഇരുന്ന എല്ലാ സഭകളിലും തന്നെ ആത്മാക്കൾ വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾ വന്നത് നിരണത്താണ്. അതിനകത്ത് ദൈവം കഴിഞ്ഞാൽ അതിന് പിന്നിൽ നമ്മുടെ ഡോക്ടർ KP യോഹന്നാൻ, അദ്ദേഹം അതിനൊരു വഴികൾ ഒരുക്കുന്ന കാരണം നമുക്ക് എല്ലാ വീട്ടിൽ കയറി സുവിശേഷം പറയാനും സാഹചര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തന്നെ. അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾ പിന്നെ ഹോളങ്ങ് നിറഞ്ഞു. ഇത് പറഞ്ഞു വന്നപ്പോഴേ ഈ KP യോഹന്നാന്റെ കാര്യം പറഞ്ഞപ്പം, അദ്ദേഹം ഈ പോയപ്പം അദ്ദേഹം വിശ്വാസം വിട്ടു പോയതിനെ കുറിച്ച് പാസ്റ്റർ പറയുന്നത് സങ്കടമില്ല? എനിക്ക് ഭയങ്കര എപ്പോഴും ഇന്നും അദ്ദേഹത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഭാര്യ എങ്ങനെ അടിച്ച് കരയും. അദ്ദേഹത്തിൻ്റെ യാതപ്രദം ഞാൻ പോയി കണ്ടായിരുന്നു, കണ്ടു. ഞങ്ങൾ അതിനോട് ബന്ധമില്ലായിരുന്നു. അത് ഭയങ്കര ഒരു സങ്കടമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും. ഈ KP യോഹന്നാന് ഇഷ്ടപ്പെട്ടൊരു പാസ്റ്ററായിരുന്നു തോമസ് ടി പാസ്റ്റർ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് KP യോഹന്നാൻ തോമസ് ടി പാസ്റ്ററെ കുറിച്ച് വളരെ പലതവണ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. IPCയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാസ്റ്ററാണ്. KP യോഹന്നാൻ ഒത്തിരി കാശൊക്കെ തന്നിട്ടുണ്ടോ? അങ്ങനെ കാശ് തന്നിട്ടില്ല. ഇല്ല, ഞാൻ അതൊന്ന് പറയാണ്. ഞാൻ 13 വർഷം സൈക്കിൾ ചവിട്ടിയാണ് വാഴാറമംഗലം, വേങ്ങൽ, ആഞ്ഞിൽത്താനം ഈ 3 സഭകളിൽ 6, 4, 10, 13 വർഷം. ഞാൻ ഈ എൻ്റെ മകനെ ഈ പുറകിൽ ഇരുത്തി, മോളെ ഫ്രണ്ടിൽ കോസ്പാറിൽ നിർത്തി, എൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടാണ് ചവിട്ടി പോകുന്നത്. കുമാരനൊക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ ദൈവരിക്കാൻ ആരോഗ്യം തന്നുകൊണ്ട് അങ്ങനെ പോവുക. അന്നേരം ഞാൻ മെയ് മാസത്തിലാണ് അവിടെ ചെല്ലുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലാണ് ഇദ്ദേഹം ഭാര്യയും കൂടെ നിരണത്ത് വരുന്നത്. അപ്പം ചർച്ച വെച്ച് അദ്ദേഹം കണ്ടു. അടുത്ത തിങ്കളാഴ്ച ഇദ്ദേഹം താമസിച്ച് കളക്കുള്ളിൽ വീടുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സൈക്കിൾ ചവിട്ടി ആ പാലം കയറുക നടുക്കി വന്നപ്പോൾ ഈ പാസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചവിട്ടി നിർത്തി. എനിക്ക് തന്നെ നിന്ന് പോകല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. പാസ്റ്റർ ഇങ്ങോട്ട് പോയി, നമ്മുടെ കണ്ണങ്കേരി പോകത്തൊരു ഓഫീസിൽ ആ പോയ വഴി ഗിസിലെ യോഗം ഞാൻ പറഞ്ഞു ക്ഷയമായി പോയി. ഡോക്ടർ KP യുടെ പാസ്റ്റർ അവർ പറയുന്നത് അവർ പാസ്റ്റർ ഞങ്ങൾ പറയുന്നു. അപ്പം അവരുടെ ഒരു ക്രമീകരണം ചെയ്യണം. അന്ന് അക്കരമാവെന്ന് പറഞ്ഞ ഒരാളിനെ രാത്രി വിട്ടു. തിരിച്ചു വന്നപ്പോൾ രാത്രി വിളിച്ചു 15,000 രൂപ എനിക്ക് തന്നു. പാസ്റ്റർ വിളിച്ച് സ്കൂട്ടർ മേടിക്കണം പറഞ്ഞു. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തിനപ്പുറത്ത് നിന്നാണ് ഒരു സ്കൂട്ടർ മേടിച്ചു എന്ന് തോന്നി. അന്ന് പഠിച്ചു. അതല്ല ഞാൻ പിന്നെ നടന്നത്. പിന്നെ ആ സ്കൂട്ടർ പഴയമായപ്പോൾ വേറെ സ്കൂട്ടർ അത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി പൈസ അദ്ദേഹം തന്നു. അല്ലാതെ അദ്ദേഹം എനിക്ക് ഒരുപാട് പിന്നെ ഹൈസ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ പിന്നെ അദ്ദേഹം തരും. അല്ലാതെ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ തരാൻ പറ്റത്തില്ല. ഈ എന്തുവാ GFI അല്ല, എൻ്റെ അമേരിക്കൻ സംഘടനയ്ക്ക് കാശ് കൊടുക്കാൻ അങ്ങനെ നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ പുള്ളിക്ക് തരാൻ പറ്റത്തില്ല. പുള്ളി അത് എന്തെങ്കിലും തരുന്നതാണ്. അങ്ങനെ പൈസ ഒരുപാടൊന്നും സഹായിച്ചിട്ടില്ല. പക്ഷെ അവിടെ ആത്മാക്കൾ വരുന്നതിന് അദ്ദേഹം
ഭയങ്കര വെള്ളം പൊങ്ങുമ്പോഴൊക്കെ എനിക്ക് ഉച്ചവെള്ളത്തിൽ നല്ല വരികയോ വെള്ളം പൊങ്ങുമ്പോൾ ഞാൻ ഒരു വീട് ഒഴിച്ച് ബാക്കി എല്ലാ വീട്ടിലും വെള്ളത്തെ ചെയ്തു. എനിക്ക് വെള്ളത്തെ ഭയങ്കര വരിക. അപ്പം ഞാൻ ഈ ഓർഡർ ചെയ്തുകൊണ്ട് വെള്ളത്തിനടുത്ത ഞങ്ങളുടെ അടുത്ത് ഞാൻ ചെയ്യും. അപ്പം മാറ്റിന് ഞാൻ പ്രോത്സാഹനപ്പെടുത്താൻ അന്നേരം അവിടെ ഊന്നുക, ഞാൻ തുഴയുക. അന്നേരം വലിയ പമ്പാ നദിയൊക്കെ ഞാൻ വലിയ വെള്ളത്തിന് ഞാൻ അക്കരെ മേപ്പാടത്തൊക്കെ പോകും. ഉടനെ ആൾ ചോദിക്കും, പാസ്റ്റർ എവിടാ വീട്? ഇങ്ങനെ തുഴയുന്ന കണ്ടിട്ടില്ല. അപ്പം ഞാൻ അന്നേരം പോകുമ്പോൾ ഈ ഡോക്ടർ KP വനാൻ്റെ പൈസ തരും. വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കും. അതൊക്കെ വലിയ സഹായം, അതൊക്കെ ഒന്നും മറക്കാൻ പറ്റും. അതായത് ഈ കുട്ടനാട്ടില് ഈ വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്നത് വലിയ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം. 82 പോകാൻ ഭയങ്കര വെള്ളം. ഇപ്പൊ അവിടെ ഒന്നും വെള്ളമില്ല, എല്ലാ റോഡൊക്കെ പൊങ്ങിയല്ലോ. അന്നേരം ഞാൻ വള്ളത്തെ ചെന്നാൽ ഈ എൻ്റെ ഈ വാഹനം വെള്ളം അവരുടെ ബെഡ്റൂമിൽ വരെ കയറുമെന്ന്. അങ്ങനെ എല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുക, വീടുകൾക്കകത്തെല്ലാം വെള്ളം. വള്ളത്തിൽ ഇരുന്നാ പ്രാർത്ഥിക്കുന്നു, പിന്നെ പുറമോട്ട് പോകും. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. വെള്ളത്തിൽ പരിയില്ലാത്തവിടെ രക്ഷപ്പെടത്തില്ല. അവിടെ ഞാൻ ചൂട്ടുമാലി, ഇവിടെ നമ്മുടെ മോണിശ്ശേരി ഭാഗത്തെല്ലാം ഞങ്ങൾ വള്ളത്തെ പോകാറ്. അവിടെ നിന്ന് ഒരുപാട് ആത്മാക്കൾ അത് സ്വന്തമായി വെള്ളം ഉണ്ടായിരുന്നു ഇല്ല. നമുക്ക് താറാവുകാരുണ്ടല്ലോ, അവരെ വെള്ളം എടുക്കും. അപ്പോൾ ഒരാച്ചാൻ ദാനിയേച്ചാൽ ഒരാച്ചാനുണ്ട്. അപ്പം ഇന്ത്യയുടെ വെള്ളം നിങ്ങളുടെ മോനെ എടുത്തോണ്ട് പോയി. മൂത്ത മോൻ, എന്നെ മൂത്ത മോനുണ്ട്, നിങ്ങളുടെ മൂത്ത മോൻ എടുത്തോണ്ട് പോയി. അപ്പം അദ്ദേഹം നല്ല സ്നേഹമാണ് ആളുകൾക്കല്ലേ എന്നോട് സ്നേഹം. അപ്പോൾ KP വനാൻ നമുക്ക് ഒരു ആശ്വാസം, വലിയ അസുഖം. ഓക്കെ, ഈ ആത്മാക്കളെ നേടുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ അന്നൊക്കെ ഉണ്ടായതുപോലെ ഒരു ആത്മാക്കളുടെ ഒഴുക്ക് ഇപ്പൊ ഇല്ല അല്ലേ? കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ആത്മാക്കൾ വരുന്നില്ല. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ ആത്മാക്കളുടെ ഒഴുക്ക് വളരെ കുറവാണ്. ഞാൻ വേങ്ങൽ ഇരുന്നപ്പോൾ ആളുകൾ വന്നത് അതൊരു വലിയ അത്ഭുതം. ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇത്രയും വരമ്പിൽ കൂടാണ് ചങ്ങനാശ്ശേരി ചെന്നൊരു ബാറ്ററി എടുത്ത് വലിയ കോളാമ്പി വെച്ച് പുറകിലും നിങ്ങൾ വെട്ടി ബാറ്ററി വെച്ച് ഈ വരമ്പിൽ കൂടെ. അപ്പോൾ കൊയ്ത്ത് കാലമല്ലേ, അപ്പം ഞാൻ ഒരു ഹാൻഡിലെ പിടിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു ഓവൺ വിളിച്ച് പറയും, ഇതിൻ്റെ അടുത്ത് ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എല്ലാ കോണുകളിലും സൈക്കിളിൽ ചവിട്ടിയാണ് ഞാൻ പരസ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആത്മാക്കൾ ദൈവം അവിടെ നമുക്ക് നൽകി. അങ്ങനെ ആ സഭ ഒരു വലിയ വളർച്ചയിലേക്ക് വന്നതിൻ്റെ കാലത്ത്. ഈ 50 വർഷത്തെ ജീവിതത്തിനിടയിൽ എത്ര ആത്മാക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു? എത്ര പേരെ നമ്മൾ അങ്ങനെ എണ്ണിയിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഞാൻ എണ്ണിയിട്ടില്ല. അത് ഞാനൊരു തീരുമാനവും ഇതില്ല. എണ്ണത്ത് എനിക്ക് 135 പേരെങ്കിലും സ്നാനപ്പെട്ടു ഞങ്ങളുടെ കാലത്ത്. അങ്ങനെ ഒരു കൃത്യമായ കണക്കൊന്നും ഇല്ല. ഓക്കെ, പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടയ ശുശ്രൂഷയാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രവചനമോ അങ്ങനെ എന്തെങ്കിലും കൃപാവരങ്ങളോ ഉണ്ടോ? ഒരു കൃപാവരവും ഇല്ല. എന്താ വചന ഞാൻ പറഞ്ഞല്ലോ, ഇടയ ശുശ്രൂഷയിൽ കൃപാവരത്തിൻ്റെ ശുശ്രൂഷ നല്ലതാണ്. പക്ഷേ അത് ഒരു പാസ്റ്ററായിരിക്കുന്ന ഒരാൾ പ്രവചനം ആണെങ്കിൽ ആദ്യമൊക്കെ ചെല്ലുന്ന ആഴ്ച കേൾക്കും. പക്ഷെ പിന്നെയും നമ്മൾ പ്രവചനം പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വിജയിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് വചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. പരിപാലനം വരും എനിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് രാവിലെ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളിട്ട് ഞങ്ങൾ 8:30 വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ ഞങ്ങളിങ്ങനെ വീടിനൊക്കെ ആക്ഷൻ കൊടുത്ത് അങ്ങനെ ഞാൻ തന്നെ അറിയണമെന്ന് പറഞ്ഞ് സുശീലപ്പെടുത്തി ഞങ്ങൾ ആയിരക്കണക്കിന് പ്രതി അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും കൊടുക്കും, കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുക്കും. എന്തോ അതിന്റെ പേര്? അറിയാം. അച്ഛൻ തന്നെ എഴുതിയതാണ്? അല്ല, വേറൊരാൾ പറഞ്ഞു തന്ന് ക്രമീകരിച്ചതാണ്. ഞാനും അതിനകത്ത് ചിന്തിച്ച് എഴുതിയപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ നല്ല കൂടിയ പേപ്പർ ഇട്ട് അടിച്ചിട്ടുണ്ട്. അത് എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തുടരുക. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാത്രിയും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഇതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയുള്ള വേറെ നമുക്ക് അങ്ങനെ മനുഷ്യരാകർഷിക്കത്തക്ക ഒരു കൃപയും പരവരിക്കില്ല. ഇല്ല, അത് വേണം തോന്നിയിട്ടുമില്ല. അല്ല, അതുണ്ടെങ്കിലേ നിർബന്ധമില്ല. ഇല്ല, ഞാൻ പറയുന്നത് സഭാ ശുശ്രൂഷയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് സെൻട്രൽ പാസ്സാകണം,
എനിക്ക് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ആ വ്യാപാരത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ. ഈ 50 വർഷം ശുശ്രൂഷിച്ച് എന്നാ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് ദൈവം നന്മ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങൾ എൻ്റെ ഭാര്യയും ഞാനും തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ നല്ല സൗകര്യക്കാരാണ്. അപ്പം അവരുടെ മധ്യത്തിൽ നമുക്കൊരാവശ്യത്തിന് അവരുടെ മുമ്പിൽ പോയി എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയാനിടയാകരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ട് 5 രൂപ കിട്ടിയാൽ ഞങ്ങൾ 3 ചിലവാക്കും. ഉദാഹരണം പറഞ്ഞു, ഞെരിങ്ങ ജീവിച്ചു. നമ്മുടെ NM രാജ്യങ്ങളിലൊക്കെ നമ്മൾ 82 ആണ് ഇവിടെ രാജമുക്കാല മാനേജരായിരുന്ന ഒരു ബാങ്ക് തുടങ്ങി. 83 അന്ന് തുടങ്ങിയ ആ ചിട്ടി ഒരു 2-3 വർഷം മുമ്പ് വരെ അദ്ദേഹത്തോടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടിയ സ്ഥലം കൊണ്ട് ഞാൻ ഓരോ സ്ഥലം മേടിച്ചു. ഞാൻ 97 ഇരുന്നപ്പം 97 പത്താഴത്തിരിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസത്തിൽ എന്നെ 5 മാസത്തേക്ക് സൗദി ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ എന്നെ അവർ തന്നെ ഇറക്കി വിട്ടു. അത് ഞങ്ങൾക്കൊരു വീട് പണിയാൻ ഒരു അടുത്തിടാൻ പൈസ ഉണ്ടായി. എത്ര തവണ വിദേശത്ത് പോയിട്ടുണ്ട്? ഞാൻ ഒറ്റ പ്രാവശ്യമേ ആ രാജ്യങ്ങളിൽ പോയി. പിന്നെ കുവൈറ്റിൽ 3 പ്രാവശ്യം പോയി. കുവൈറ്റ് 3 പ്രാവശ്യം പറഞ്ഞാൽ രസാനിക്കൊരു പാസ്റ്റായിട്ടിരുന്നപ്പം എന്നെ അവിടെ കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം അതിന് പുറകെ ഞാൻ ആരോ ക്ഷണിച്ച് ഞങ്ങൾ നമ്മുടെ NS ജോർജ് എൻ്റെ മാർസബൽ പാസ്റ്റായിരുന്നല്ലോ, മണിയൻ, അദ്ദേഹമല്ല ഇറക്കി. ഞാൻ 3 പ്രാവശ്യം പോയിട്ടു. അതൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം നടത്തുന്നുണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ നിന്നൊരു വരുമാനമില്ല, ഞങ്ങളുടെ പറമ്പിൽ നിന്നും ഒരു വരുമാനമില്ല. മോനാണ് എനിക്ക് ചെലവ് തരേണ്ടത് അല്ലേ. അതുകൊണ്ട് അവൻ പറഞ്ഞ കർണാടകയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം അവനെ ഇപ്പോഴും നമ്മൾ കഴിവനുസരിച്ച് അവനെ ഒരു മോൻ ഫാൻസി പഠിക്കുക. അല്ല, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 25 വർഷമായി മോന്. ഇപ്പോഴും അപ്പൻ സഹായിക്കുന്നു പറഞ്ഞാൽ അതേ പറ്റും. അവൻ വേറെ വരുമാനമില്ല. അവനവിടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നേ ഉള്ളൂ. അല്ലാതെ അവന് അതിൻ്റെതായ ഒരു വരുമാനം ഇല്ല. പിന്നെ അവന് മോനെ പഠിപ്പിക്കാൻ ഇവിടെ അവിടെ ഒരു വീട് മേടിച്ചു. അതെല്ലാം അതിൻ്റെ 3/4 പങ്കും പൈസയൊക്കെ ഞാൻ ഒരു ഫ്ലാറ്റ് മേടിച്ചു. അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു. അതൊന്നും നമ്മൾ കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞോ ഒന്നും ഒരു പൈസ ആരോടും മേടിച്ചിട്ടില്ല. പിന്നെ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നതോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പം രോഗങ്ങളൊക്കെ സൗഖ്യമായിട്ട് എണ്ണപ്പെട്ട അത്ഭുതങ്ങളൊന്നും ഞങ്ങൾ നടന്നിട്ടില്ല. എണ്ണപ്പെട്ട ഒരു അത്ഭുതം നടന്നെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ നടക്കുന്നതന്നെ അത്ഭുതമാണ്. ഞങ്ങളുടെ സഭാശൂടനെ അത്ഭുതമല്ലേ. ഇപ്പം ഞാൻ ഇപ്പം ഇരിക്കുന്ന ആ നീലംപാറ ചർച്ച് 10-20 കുടുംബങ്ങളേ ഉള്ളൂ. ഏതാ എനിക്ക് മുമ്പിരുന്ന പാസ്റ്റർ പറയുന്നില്ല, അദ്ദേഹം അത് കലക്കി കച്ചവടം കഴിഞ്ഞാൽ പോയി. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സമാധാനമായി. ഇപ്പം അവരാ ഇപ്പം ഞങ്ങളെ ഈ ഓരോ വരുന്നവരാദ്യം വരുന്നത് അവരെല്ലാം വരുന്നുണ്ട്. അവരെല്ലാം വരിക 2 വർഷമായി. 3ാമത്തെ വർഷമാണ് ഈ സാധാരണ ഈ സാരമില്ലാത്ത ആഹാരം എന്തിനത് പറയേണ്ട കാലമായി. പക്ഷെ അവിടെ പോയ അതിതാ ഞാൻ പറയുന്നത്, നമ്മളെ ഉപായം ഒന്നും പ്രയോഗിക്കാതിരുന്നാൽ മതി. ഇതെല്ലാം നേരോടെ അവനവനോട് തന്നെ സിൻസിയറായിട്ട് നിൽക്കരുത്. നമ്മളെ ഒരു കയ്യിൽ എങ്ങനെയും വേണമെന്ന് വിചാരിച്ച് അതിനോട് പരിശ്രമം ഒന്നും നടത്തണമെന്ന് എൻ്റെ പഠനത്തിന് മനസ്സിലാകും. ഓക്കെ. ഈ 75 വയസ്സെങ്കിലും ആയി കാണും അല്ലേ? 74 വയസ്സ്. 74 പൂർത്തിയായിട്ട് ജൂൺ 5 തീയതി കണക്കൂട്ടിയ കറക്റ്റാണ്. ഈ 75 വയസ്സായി ഒരു ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ 58-60 വയസ്സിനകം എന്ത് ചെയ്യണം? റിട്ടയർ ചെയ്യണം. ഒരു വിശ്രമ ജീവിതം വേണ്ടേ? വിശ്രമ ജീവിതം ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലായത്, ഞാൻ വിശ്രമം എടുത്താൽ പാസ്റ്റർ ഇപ്പോൾ ഫിലഡൽഫിയ ചർച്ച എൻ്റെ മാതൃസഭ വാഴാമംഗലമല്ല. അപ്പോൾ അവിടെ ചെന്നാൽ ഇപ്പോൾ 5 പാസ്റ്റർമാർ CTO ഉൾപ്പെടെ 5 പാസ്റ്റർമാർ സ്റ്റേജിലോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പോൾ 6ാമത് ഞാനോട് ചെന്ന 6 പേരും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. സ്റ്റേജ് ഇരുത്തത്തില്ല അങ്ങോട്ട് നിയമമാണെന്ന്. അപ്പോൾ അതിനേക്കാൾ നല്ല ഓടാവുന്നിടത്തോളം ഇപ്പോൾ 1 വർഷം കൂടെ അവിടെ കിട്ടും ഞങ്ങൾക്ക്. അവിടെ 3 വർഷം എഴുതി വെച്ച സഭയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത എസ്റ്റേഷൻ തരികയാണെങ്കിൽ 1-2 വർഷം അവിടെ ഇരിക്കും. അല്ല പിന്നെ വേറും ഈ സാധനമൊക്കെ പെറുക്കി എടുത്തിട്ട് പോകാനായിട്ട് ഇപ്പം അങ്ങ് മനസ്സിൽ ചെയ്യുന്നത്. പക്ഷേ KC കൊണ്ട് ഒരിക്കലും പറഞ്ഞപ്പോൾ തോമസ് പാസ്റ്ററെ സഭാചാർജ് വിട്ടരുത് പറഞ്ഞു കേൾക്കണം.
ആ സഭാജാതി വിടരുത്. പക്ഷേ എന്നാലും നമുക്ക് എൻ്റെ വൈഫിനൊക്കെ കാലിന് പ്രയാസമൊക്കെ ഉണ്ട്. ദൈവം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നതില്ല. വൈഫിനൊക്കെ കാലിന് വരുന്ന പ്രയാസമൊക്കെ ഉണ്ട്. നടന്നത് എൻ്റെ കൂടെ സൈക്കിളിൽ കൊണ്ട് നടന്നു ഈ നിരണത്ത് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും വെളുപ്പിനൊക്കെ നടക്കുക. അതല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് ബെനിഫിറ്റ്. അതിനകത്തൊന്നും ഒരു പ്രയാസമില്ല ദൈവത്തിൻ്റെ കരുണയും. ഓക്കെ. ഈ പിന്നെ തോമസ് കുട്ടി പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം KP യോഹന്നാൻ, പാസ്റ്റർ KC ജോൺ, ഇങ്ങനെ വലിയ വൻ തോക്കുകളുടെ അല്ലെ വലിയ പാസ്റ്റർമാരെ അല്ലെ വലിയ ആളുകളുടെ ഒക്കെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു അല്ലേ? KC ജോണുമായിട്ടുള്ള അടുപ്പത്തിന്റെ കാരണം എന്തുവാ? KC ജോൺ ഞാൻ രക്ഷിക്കപ്പെട്ട് വരുമ്പോഴേ KC ജോൺ IPCയിലുണ്ടല്ലോ, അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ നമ്മളെ ഭയങ്കര ആകർഷിച്ച ആളാണ് KC ജോൺ. അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെ നമ്മൾ പുതിയ സ്ഥലത്ത് ഞാൻ വാഴാറിലൊക്കെ പ്രസംഗിക്കുമ്പം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പം 20 രൂപയുടെ ഒരു നോട്ട് കവറിനകത്ത് ഇട്ട് തന്നു. എനിക്കതെന്താണ് കാര്യമില്ല, ഞാൻ വാഴാമതി പോലെ പ്രവർത്തിക്കുന്ന ആളല്ലേ, 30 രൂപ വാടകയ്ക്ക് താമസിക്കും. അപ്പം അങ്ങനെ ഞാൻ ഈ അതൊക്കെ ഓർക്കുമ്പോൾ അന്ന് പോലെ അദ്ദേഹമായിട്ട് പിന്നെ മുണ്ടിയ പിള്ളപ്പച്ചൻ്റെ കാലം കഴിഞ്ഞ് വിദ്യ പാടുന്നല്ലോ ഡിസ്ട്രിക്ട്. എൻ്റെ സ്ഥലം മാറ്റത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച പാസ്റ്റർ KC ജോൺ. ഉദാഹരണം, നിരണത്ത് മാറുമ്പോൾ എനിക്ക് എങ്ങോട്ട് പോകും എന്നില്ല. ഉടനെ KP യോനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പാസ്റ്റർ പ്രസവം കൊടുക്കാമോ? എങ്ങനെയാണ്? ഞാൻ പത്തനാപുരത്ത് പോയി. പത്തനാപുരത്തുനിന്ന് ഞാൻ പോയത് ആനന്ദപ്പള്ളി ചർച്ചയ്ക്ക് ചെറിയ സഭയിലേക്കാണ് പോയി. അവിടുന്ന് നെല്ലാട് ഞാൻ പോകാൻ കാരണം പാസ്റ്റർ KC ജോൺ. KC ജോൺ പറഞ്ഞു പക്ഷേ നെല്ലാട്ടോട്ട് പോക്കും. അപ്പോൾ അതൊക്കെ അവിടെ പോയി. പിന്നെ അവിടുന്ന് 2 സഭയിൽ പോയത് പാസ്റ്റർ അല്ല തിരിച്ചു വരാൻ കാരണം ഞങ്ങൾക്ക് 2ാം പ്രാവശ്യം വന്നത് KC ജോണല്ലേ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ് ഈ മീറ്റിങ്ങിന് വരാൻ. മാസകോ ഒരു 24 മാസകോ ഞങ്ങൾ പോയി കാണും. ഈ IPCയിലെ ശുശ്രൂഷന്മാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ സ്ഥലം മാറ്റം എന്ന് പറയുന്നത്. സ്ഥലം മാറ്റം അല്ലേ? അതെ അതെ. പാസ്റ്റർക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അങ്ങനെ KC ജോണൊക്കെ സഹായിച്ചു, അതുകൊണ്ടൊക്കെ പറ്റും. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു പാസ്റ്റർ പറഞ്ഞു ഈ സ്ഥലം മാറ്റത്തിന് കൈക്കൂലി ഒക്കെ ആളുകൾ വാങ്ങുന്നു. ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. KC ജോണൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകയെ ഒരിക്കലും. അയ്യോ, ഇതിനതിൻ്റെ ആവശ്യമില്ല. പാസ്റ്റർ ഒരു പ്രാർത്ഥനാ ജീവിതം, ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചന ശുശ്രൂഷയും പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതം പിന്നെ പാസ്റ്ററുടെ? ഞാനും എൻ്റെ വൈഫും, എൻ്റെ വൈഫ് ഉപസിച്ച് പ്രാർത്ഥിക്കും. ഞാൻ വല്ല 1-2 ഉപസിച്ച് പ്രാർത്ഥിക്കുള്ളൂ. അവൾ ഒരു മാസം എല്ലാ മാസം 3 ദിവസം വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ അവിടെ ഞങ്ങൾ വെളുപ്പിന് എണ്ണിക്കും. ഞങ്ങൾ ഒരു 4 മണി 4 എഴുന്നേറ്റാൽ ഞങ്ങൾ ഇരുന്ന സഭകളെയും എല്ലാം ഓർത്ത്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ട ജമ്മു കാശ്മീർ എല്ലാ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇരുന്ന സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൂടെ ഇപ്പം ഞങ്ങൾ ഇരുന്ന സഭകളിൽ നിന്ന് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾ ഞങ്ങളെ വിളിക്കുന്നു. അവിടെ പാസ്റ്റർ ഉണ്ട്. അവിടെ പാസ്റ്റർ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് പാസ്റ്ററെ എന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങളുമായുള്ള ആ സ്നേഹവും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിക്കുന്നു. അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് ആവശ്യപ്പെടുന്നില്ല. ഉപവസിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇല്ല, ഉപവസിക്കുന്നില്ല. ഇല്ല, അതിലൊന്നും വിശ്വാസമില്ല. ഉപവസിക്കുന്നത് നമുക്കെതിരല്ല. 21 ഒരാഴ്ച കൂടുതൽ ഞാൻ ഉപവസിച്ചിട്ടില്ല ചെറുപ്പത്തിൽ. ഇപ്പം ഞാൻ അങ്ങനെ ഉപവസിക്കാറില്ല. എനിക്ക് ഈ ഓർഡിനേഷൻ TJ ബച്ചനെ എനിക്കത് ഒരു വലിയ അനുഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 1982 നവംബർ 12-ാം തീയതിയാണ് ഓർഡിനേഷൻ നടന്നത്. എൻ്റെ കൂടെ 4 പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. പക്ഷേ 3 പേര് പറഞ്ഞ ഒടുവില്ല ഞാൻ പറഞ്ഞത്. എവിടെയാണ് ഞാൻ? അപ്പം 4ാമത് പ്രാർത്ഥിക്കേണ്ടത് ഉമ്മച്ചനപ്പച്ചനാണ്. അപ്പം ഞാൻ തുടങ്ങിയത് എനിക്ക് ശക്തി നൽകിയ ദൈവം ആ വാചകം 1 ദിവസം 1-12 വിശ്വസ്തന് തന്നെ ശുശ്രൂഷീകരിപ്പിച്ചു. എന്നിട്ട് ഞാൻ നിഷ്ഠൂരന ഉപദ്രവിയായിരുന്നു. ഞാൻ അവിശ്വാസാൽ അറിയാതെ ചെയ്തുകൊണ്ട് കരുണ ലഭിച്ചു എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഇതുവരെ അർഹനല്ല എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ ശുശ്രൂഷീകരിപ്പിച്ചെന്ന് പറഞ്ഞപ്പം അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് വന്നെന്ന് എനിക്ക് തോന്നുന്നു. വേറെ 3 പേർക്ക് പ്രാർത്ഥിച്ച് മറ്റു ഭാഷമാർ പ്രാർത്ഥിച്ചെന്നല്ല പറയുന്നത്.
പക്ഷേ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു വലിയ അനുഭവം ഉണ്ട്. അദ്ദേഹം എന്നെ അദ്ദേഹത്തെ ചർച്ച ഞാൻ പാസ്സായിട്ട് ചെയ്യുന്നല്ലോ. TJ എന്നെ പഠിപ്പിച്ച ജോർജ് എന്നെ പഠിപ്പിച്ച അദ്ദേഹം ചർച്ചയിലെ 3 വർഷം പാസ്സായിട്ട് നിന്നു. ആ ചർച്ചിലെ ആളുകൾ പിന്നെ വന്ന ആളുകളുടെ ശേഷം പറഞ്ഞത്, ഡോക്ടർ ജോൺസൺ ഷൗമൻ പറഞ്ഞത്, പക്ഷേ ഇവിടെ ഇരുന്ന പാസ്റ്റർമാർക്ക് തിരിച്ചു വരാൻ അവസരമില്ല, സാധ്യതയില്ല. ഒരാളെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പാസ്റ്റർക്കാർക്ക് ഒന്നാം സ്ഥാനമാണ്. അപ്പോൾ അത് 3 വർഷം കൊണ്ട് അവർ പഠിച്ചതല്ലേ. ഞാൻ പറഞ്ഞു അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, മനസ്സിലായി. ആ കഴിവുകൊണ്ടല്ല. ഞങ്ങൾ വിശ്വാസികൾ എന്ന ആളുകളെ ഹൃദയത്തിൽ ഞങ്ങൾ സംഭരിച്ചിരിക്കുക. ഞങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാർശ്വ ഒരു ടൈമോട് കൊടുക്കണം, ഒരു ടൈമോട് കൊടുക്കണം എന്നിപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ കിട്ടുമെന്ന് പറയും. അപ്പോൾ അതൊരു ദൈവകൃപയല്ലേ. ഈ പ്രായം 74 വാർഡ് ഇപ്പോൾ 75 കയറുക, ജൂൺ 6-ന് 5-ന് കയറും. അപ്പം ഒരു സഭാശുശ്രൂഷ എന്ത് ചെയ്യാൻ നമുക്ക് അവസരം നൽകിയില്ലേ. അത് ഈ 50 വർഷം കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, സഭാ ശുശ്രൂഷ ചെയ്തു, ഒത്തിരി നിരാശ തോന്നിയ സന്ദർഭങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ സഭാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ നിരാശ ഉണ്ടാകാൻ അങ്ങനെ ഒരുപാട് നിരാശയും മുങ്ങിപ്പോകേണ്ട സംഭവങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ മോഹങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ എന്നാ മോഹമുള്ളത്? കാരണം നമുക്ക് അന്ന് ജീവിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. ഉള്ള വസ്ത്രം അലക്കി വൃത്തിയൊക്കെ നടക്കണം എന്നുള്ളതല്ലാതെ അന്നൊന്നും നമുക്ക് ആ കാലങ്ങൾക്കും നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഉള്ള വസ്ത്രം പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു അന്ന്. ഇപ്പം നമുക്കിതെല്ലാം ദൈവം തരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് മോഹം ഉണ്ടല്ലേ, അഭാവം തന്നെ. അങ്ങനെ മോഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മോഹങ്ങളുണ്ടായിട്ടില്ല. അത് സത്യമായ കാര്യം. ഇപ്പം ഈ 74-75 വയസ്സിൽ ഇനി എന്തോ ആഗ്രഹം? ഇല്ല, നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. സഭാചാർജ് വിട്ടാലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമല്ലോ. ട്രാക്ടർ മുടികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീടുകളിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. എന്താണ് പിന്നെ എൻ്റെ വൈഫിന് ഈ വീട്ടിൽ പോയിരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പോവുക, പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം സഭാചാരം വിടുന്നതിൽ ഏറ്റവും മാനസിക ബുദ്ധിമുട്ട് എന്നെ കിടക്കാം. എൻ്റെ വൈഫിനെ ഓർക്കുന്നില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞോളാം, പാഴൂര വീട്. അവളെ ദൈവം വിളിച്ചതാണ്. അവളെ കാരണം അവള് എന്നെക്കാൾ മുമ്പ് രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്. അന്ന് ഒരു മരുപ്പണയാർ സഭ എന്ന് പറഞ്ഞ് ചെന്നിത്തല സാറിൻ്റെ ഒരു ഗ്രൂപ്പ്, അന്നേരം അവിടെയാണ് അവൾ രക്ഷിക്കപ്പെട്ടത്. അന്നേരം ഒരു സ്കറിയ പാസ്റ്ററാണ് ഇവിടെ പാസ്റ്ററായിട്ട് ഇരുന്നത്. അവൾ വിശ്വാസികൾ കൊണ്ടുവന്നത് ഒരു ഇപ്പോൾ കർണാടകയിൽ താമസിക്കുന്നത് കുട്ടപ്പന ദേശീയാണ്. പക്ഷേ സ്നാനപ്പെട്ട ഈ കറിയ പാസ്റ്റകാലത്ത് ഇവിടെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു തയ്യൽ ജോലിയുണ്ട്. ആ വീട്ടിലൊന്നുമില്ല. എന്നിട്ടും അമ്മാമ്മ ഈ കലത്തിൽ വെള്ളം വെച്ചിട്ട് കരിയിലിട്ട് കത്തിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കറിയ പാസ്റ്റർ പ്രദേശം നല്ല സമൃദ്ധിയാണ്. പക്ഷെ ഇവിടെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കരി അവിടെ ഇല്ല. അപ്പം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവരെ വീടുമായിട്ട്. ഇവർ അപ്പം നല്ല കൃഷിക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ ഈ അവിടെ കൃഷി ഉൽപ്പന്നം തലയെ ചുമക്കൊണ്ട് ഈ കൊടുക്കും. അവിടുത്തെ അമ്മാമ്മ, കുഞ്ഞമ്മേ നിന്നെ ഒരു പാസ്റ്റർ കിട്ടും, നിനക്കും ചുമ്മിക്കൊണ്ട് തരുമോ? പട്ടിണിയൊന്നും കിടക്കേണ്ടി വന്നിട്ടില്ല. ഭാര്യ ചുമ്മിന്റെ കൂടി ഞാൻ ബാങ്കിൽ വെച്ച് ഒരു ജോശുവാസോഹൻ എന്ന് പറയുന്ന ബാങ്കിൽ ഒരു ആർമി കറുത്തറച്ചാൻ അറിയാം, ഒരു ഭാഷ അറിയാം, ഒരു സിൽക്കോസ്റ്റാണ് അദ്ദേഹം. ഒരു മകൻ ദേവഭാഗത്ത് വന്നു, ഒരു കണ്ടക്ടർ ഗോപി അറിയാവും, നമ്മുടെ ബാംഗ്ലൂർ സകല വിശ്വാസി. അദ്ദേഹം ദേവഭാഗത്ത് വന്നപ്പോൾ ഞാൻ സുവിശേഷ പ്രതിയോടെ ചെന്നു. അദ്ദേഹം ആനന്ദദാസയുടെ പേര്. അദ്ദേഹം പൂണിലൊക്കെ ഇത് കേട്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ സെൻട്രൽ പാഷ ഓവറ കല്യാണം കഴിപ്പിക്കുന്നതും ശവടക്കുന്നതൊക്കെ അദ്ദേഹം. അപ്പോൾ ആ വീട് വിസിറ്റ് ചെയ്തപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുക, അയാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ താഴ്ത്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനികളൊന്നും കൂടെ വേണ്ട. ഞാൻ പറഞ്ഞു ഒരു സുവിശേഷയോട് ക്ഷണിക്കാൻ വന്നു, ഒന്നും പറഞ്ഞില്ല. 4 ദിവസം യോഗ ബാങ്കിൽ നിന്ന് നമ്മൾ കാബാത്തോട് പോകുമ്പോൾ അവിടെ കോട്ടുപുരാണ്. ഇന്നും അവിടെ വീടൊന്നുമില്ല.
അവിടെ ഒരു പന്തലിട്ട് നടത്ത് നമ്മൾ പൊടിച്ചാൽ ആ പൈസ ഒക്കെ മുടക്കുന്നു. അവിടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ ആദ്യത്തെ ബുധനാഴ്ച യോഗത്തിന് വേണ്ടി വന്നു. ഒരു ഭിത്തിയച്ചാരി നിന്നു. ഞാനിതേ ശ്രദ്ധിക്കുന്നു. അടുത്ത ദിവസം പന്തലി വന്നു. 3 ദിവസം നടുക്ക് വന്നു. 4ാമത്തെ ശനിയാഴ്ച പോയിട്ട് PM പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഈ ക്രൂശിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ച് പറഞ്ഞപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു, ഇന്ന് രക്ഷിക്കപ്പെടാനുള്ള കൈപൊക്കെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഭയങ്കര അഭ്യാസിയാണ്. അയാളുടെ അടി കൊള്ളാത്ത ആളുകൾ നാട്ടിലില്ല. അത്ര അഭ്യാസിയാണ്. ആ മനുഷ്യൻ കുഞ്ഞാട് പോലെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇയാൾ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു, ഇന്ന വീട്ടിൽ വെച്ച് ബൈബിൾ ക്ലാസ് ഉണ്ട്, നാളെ സ്നാനമുണ്ടെന്ന്. ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത കേസുകളാണ്. 8:30 സ്നാനത്തെ ക്ലാസ് ഉണ്ട്, ഇന്നടുത്ത് വെച്ച ക്ലാസ്. അപ്പം ഞാൻ ആ സ്നാനക്കടമൊക്കെ വൃത്തിയാക്കുന്നു. പായലല്ലേ. അപ്പം ഞാൻ തന്നെ കുറ്റി കൊണ്ടൊക്കെ പോയി എനിക്ക് വെള്ളത്തിൽ പരിപാടി ഇറങ്ങിയല്ലോ. അന്ന് അട്ടയില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ഒരു കിറ്റ് പിടിച്ചോണ്ട് നിൽക്കുക. ഞാൻ ചെന്നൈ അവിടെ നിൽക്കുന്നത്, എനിക്ക് സ്നാനപ്പെടണം. സ്നാനപ്പെടാനായിട്ട് ഞാൻ യേശുവിനെ ഇന്നലെ സ്വീകരിച്ചല്ലോ. അപ്പം ഈ സാധനം എന്നറിയത്തിൽ കണ്ടിട്ടില്ല. അപ്പം പൊടിച്ചാൻ വന്നു. പക്ഷേ ഇദ്ദേഹം നിൽക്കുന്നു, സ്നാനപ്പെടാൻ വന്നു. ഫാസ്റ്റ് സഭയിൽ നശിപ്പിക്കാൻ വന്നതാണ് പുളി വയ്ക്കുക. ഈ പൊടിച്ചാൻ അവിടുത്തെ റാണിയാണ്. അയാളെ ഞാൻ ചെന്നതേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പിശാചിന് കണ്ണടക്കാൻ എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് ദൈവം, ഞാൻ ഇദ്ദേഹത്തെ കൊയ്ത് കിടന്ന സ്ഥലമാണ്. അപ്പം ഞാൻ വെളിയോട്ടിറക്കി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ക്രിസ്ത്യാനിയുടെ ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞ് ഞാൻ നോട്ടീസ് തന്നു. അത് ശരിയാണ്. പക്ഷെ ഞാൻ 4 ദിവസം യോഗത്തിന് സംബന്ധിച്ച് പാസ്റ്ററിനെ കണ്ടോ, ഞാൻ യേശു രക്ഷിച്ചു. ആ ക്രൂശിനെ എൻ്റെ മേൽ വന്നു. ഞാൻ പുതിയ മനുഷ്യനായി. എന്നിട്ട് ഞാൻ പറയുക, എൻ്റെ കൈക്ക് പിടിച്ച് കരഞ്ഞ് പറയാം, പാസ്റ്റർക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ആഴ്ച പിന്മാറുകയില്ല. കണ്ടെത്തി വെച്ച് പറഞ്ഞ കാര്യം. ഞാൻ വന്നു പൊടിച്ചയ. ഞാൻ ഇദ്ദേഹത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അദ്ദേഹത്തെ ഇന്ന് സ്നാനപ്പെടുത്തണം. പാർശ്വം പണി ചെയ്യാൻ പറഞ്ഞു. കൊണ്ടുപോയി സ്നാനം വെള്ളത്തിലിറക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒരു ക്രിസ്ത്യ പേരിടുന്നുണ്ട്? കിട്ടോ, പാസ്റ്റർ ഇഷ്ടമുള്ള കിട്ടോ. വെള്ളത്തിൽ വെച്ചാൽ പറയുന്നത്. ഞാൻ യോശുവ എന്ന് പേരിട്ടു. അങ്ങനെ കരക്ക് കയറ്റി ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് വിട്ടു. ഞാൻ ബൈബിൾ കൊടുത്തു. ഒരു ആഴ്ച കൊണ്ട് യോശുവയുടെ പുസ്തകം വരെ എത്തി വായിച്ചു. എന്നിട്ട് ഓടി വന്ന് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ പേര് കറക്റ്റായിട്ടത്. ഞാനൊരു കുടുംബം വോയിസ് ലഭിക്കും. അതായത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടുള്ളൂ. അയാളുടെ മക്കളെല്ലാം ദൈവത്ത് വന്നു. അയാൾ 65-ാമത്തെ വയസ്സിലായി സ്നാനപ്പെട്ടു. 98-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അയാൾ നേടിയ ആത്മാക്കളെ പോലെ ഒരു പാസ്റ്റർ നേടിയില്ല. ഒരു പാസ്റ്റർ നേടി. അയാൾ മുഖാന്തരമായിട്ട് പിന്നെ ആളുകൾ വന്നതല്ല. അയാളുടെ ചർച്ചപ്പെട്ട് ഒരുപാട് പേര് വന്നു. പക്ഷെ ഹോള് നിറഞ്ഞത് അദ്ദേഹം അങ്ങനെ കണ്ടാൽ സുശീലം പോയി. അത് നമ്മളിൽ നിന്ന് പകർന്നൊരു വീര്യം അദ്ദേഹത്തിൽ കണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് ആ മാസം. പക്ഷെ ഞാനിത് പോകുന്നല്ല, ഞാൻ രാജ്യത്താരത്തിൽ പോയല്ലോ. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മുഖാന്തരമായിട്ട് സഭ അനുഗ്രഹിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം പുതിയ പാസ്റ്റർ വന്നപ്പം ബിനോയ് എന്ന് പറഞ്ഞ പാസ്റ്റർ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, ബിനോയ്, ഈ ആളുകൾക്കും പാസ്റ്ററെക്കുറിച്ച് തോസുടിച്ചാനെ കുറിച്ചാണ് പറയുന്നത്. ടാബർനാക്കിൾ ഒരു ബിജു മാത്യു പാസ്റ്റർ വന്നു, അറിയാമല്ലോ. അദ്ദേഹത്തോട് ഞാൻ പാസ്റ്റർ 3 ആഴ്ചയായല്ലോ, ഈ ആരെങ്കിലും തോസുട്ടുക പാസ്റ്ററെ കുറിച്ച് പറയാനുള്ളൂ. അവിടെ നമ്മുടെ മുടുക്ക പറയുന്നല്ലോ, തോസുട്ട് പാസ്റ്ററെ കുറിച്ചാണ് പറയും. പിന്നെ ഈ പിള്ളേരെ മുക്കുന്നതല്ലാതെ ഈ വന്നവരൊക്കെ ഭയങ്കര പൈസയല്ലേ. അവർ ഈ എനിക്ക് അവന് മുമ്പിരുന്നൊരു പാസ്റ്റർ ചൂട്ടുമാലിയ സ്ഥലത്ത് ഒരു തോമസ് പാപ്പൻ ദൈവഭാഗത്ത് വന്നു. അയാൾ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നാരായണപ്പാപ്പൻ എന്നാണ് നാരായണപ്പാപ്പൻ എന്നതിൻ്റെ പേര്. അയാളുടെ ഭാര്യ സുവിശേഷം കേട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അവർ സുവിശേഷം കേട്ട് സ്നാനപ്പെട്ട് പറയാം. ഒടുവിൽ അയാൾ അവരെ സ്നാനപ്പെടുത്തി എന്നറിഞ്ഞുകൊണ്ട് എന്നെ വെട്ടാൻ തീരുമാനിച്ചു. വെട്ടിക്കൊല്ലുക. വെട്ടത്തി ദൂരെ നിൽക്കുക. അയാളുടെ പറമ്പിൽ ഇപ്പം ഒരു സ്കൂളിൽ വാന്ന് വിട്ട് കയറി. അയാളെ എല്ലാവരും അപ്പാപ്പ എന്നാണ് വിളിക്കുന്നു.
അപ്പം ഞാൻ ഇയാളെ വെട്ടോത്തിക്കൊണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അയാളെ പരിചയമില്ല. ഇയാളെ അപ്പാപ്പ വന്ന് വിളിച്ചപ്പം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അപ്പാപ്പ എന്നെ ഇവിടെ നിൽക്കുന്നേ. ആ ഒറ്റ വിളി സുവിശേഷം പറഞ്ഞല്ല. അയാള് ഞങ്ങൾ വീട് തിരിച്ചു വന്നു. 7 മണിയായപ്പം ഇന്ന് നമ്മുടെ ഷാജി പിരിപ്പിൽ അവിടുത്തെ അയാളുടെ മോന് അവനൊന്ന് 12 വയസ്സുണ്ട്. അപ്പം അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചോ, പാസ്റ്ററെ ഓടിവാ, ഞങ്ങളുടെ അപ്പാപ്പ മരിക്കാൻ തുടങ്ങുന്നു, ഹൃദയം പൊട്ടുന്നു, പാസ്റ്ററെ കാണണം. അന്ന് വള്ളവാ. എന്നിട്ട് ഞാൻ കടയിൽ വന്ന് വള്ളം പിടിച്ചിവിടെ വരുമ്പം ഒരു മുറ്റത്ത് കൺവെൻഷൻ ആളാണ്, ചൂട്ടുപാലെന്ന് പറഞ്ഞ കുഗ്രാമം. അപ്പം ഞാനവിടെ സൂചിരം വന്നപ്പോൾ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചു. ഞാൻ എൻ്റെ പാസ്റ്ററെ വെട്ടാനായിരുന്നു വന്നേ, എന്നെ അപ്പാപ്പാന്ന് വിളിച്ചത് കരയാ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്ന കാര്യം പറയും. അയാൾ മുന്നോട്ട് വന്നു, അയാളെ സാരപ്പെടുത്തി. ഞാൻ ചോദിച്ചു, പാപ്പനെ താരാണ് പാപ്പൻ്റെ പേര്? പാപ്പന് എൻ്റെ പേരിന് പാസ്റ്റർ പേരിട്ടാൽ മതി. അന്ന് മുതൽ അയാളെ തോമസ് പാപ്പ എന്നാണ് വിളിച്ചത്. ഒരു 5 വർഷം അദ്ദേഹം മരിച്ചുപോയി. ഒടുവിലത്തെ ആഗ്രഹം ചോദിച്ചു. ഒടുവിലത്തെ ആഗ്രഹം പറയും, എനിക്ക് പാസ്റ്ററെ കാണണം, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് പോരുന്നേ, നിങ്ങൾ നല്ലട്ട വരുന്ന മരിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇതിൻ്റെ വൈഫ് മരിച്ചു കിടക്കും, ഈ ഷാജിയുടെ അമ്മ ഒരു 1.5 വർഷം. അന്നേരം ഈ സാബണാക്കിന്ന് പോയ KM ജോയ്സ് എന്ന പാസ്റ്റർ പറയാം, ഞാൻ അവിടുത്തെ വിശ്വാസിയാണ്, 3-ാം പ്രാവശ്യം ഇപ്പോൾ വരുന്നെന്ന്. 3 വർഷത്തിൽ ഞാൻ നടക്കാൻ മരിച്ചപ്പോൾ 3-ാം വർഷം വരുന്നെന്ന് എന്നൊക്കെ പറയാതിരിക്കണ്ടേ. ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചയും അവിടെ ചെന്ന് അങ്ങനെ ഒന്നിച്ചേറുവിൻ, ഇല്ല വാള, ഇല്ല വരാല് മേടിച്ച് ഞാൻ കൂടുന്നൊന്ന് 20 രൂപയും തരുന്നത്. 20 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2000 രൂപയുടെ വില ഉണ്ടെന്ന് മനസ്സിലായി. കണ്ടോ? അപ്പം ആ മനുഷ്യൻ വളരെ പ്രയോജനപ്പെട്ടു. അദ്ദേഹം ആ പ്രസംഗം ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് എല്ലാം അദ്ദേഹം. ഞാൻ എന്താ പറഞ്ഞത്, അപ്പം അതിനകത്ത് ഈ ഞങ്ങളുടെ മേൽ വെച്ച കഴിവുകൊണ്ടല്ലല്ലോ, അപ്പാപ്പ എന്ന് വിളിച്ചതേ ഉള്ളൂ. ആ വിളിയിൽ ഒരാൾ ദൈവഭാഗത്ത് വരണമെങ്കിൽ ദൈവമല്ലേ പ്രവർത്തിച്ചു. അപ്പം ഞാൻ അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അത്ഭുതങ്ങൾ. നമുക്ക് ഭൂതം പോയ കാര്യമോ, ഇപ്പോൾ ഭൂതം എങ്ങോട്ടാണ് പോകുന്നത്? എല്ലായിടത്തും ഭൂതമാണ്, അതുകൊണ്ട് പോകാനും സ്ഥലമില്ല. ഞാൻ നോക്കട്ടെ, എല്ലാം കൂടുതൽ ചെറിയ ഭൂതം വലിയ ഭൂതമുള്ളത് ഇവിടെ എല്ലാം ഭൂതമാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. എനിവേ, തോമസ് കുട്ടി പാസ്റ്ററുടെ ജീവിതം അത്ഭുതങ്ങളുടെ ജീവിതമാണ്. വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പഠിച്ച് സഭാ ശുശ്രൂഷയിൽ 50 വർഷങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആക്ഷേപമില്ലാത്ത നിലയിൽ അദ്ദേഹം ഇരുന്ന എല്ലാ സഭകളിലും വീണ്ടും അദ്ദേഹത്തിന് ആളുകൾ സ്വാഗതമോദത്തക്ക നിലയിൽ മാതൃകാപരമായ ശുശ്രൂഷ ജീവിതം നയിച്ച ഒരു സാധാരണ IPC പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം അറിയിക്കുക, ആത്മാക്കളെ നേടുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലെത്തുകയോ കൗൺസിലിൽ വരികയോ സെൻട്രൽ പാസ്റ്റർ ആകുകയോ അതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങളായിരുന്നില്ല. കഴിഞ്ഞ 50 വർഷങ്ങൾ വിശ്വസ്തയോടെ അദ്ദേഹം കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചു. കർത്താവ് അദ്ദേഹത്തെ മാനിച്ചു. ധാരാളമായ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വീണ്ടും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ IPCയിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനായി വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ കുടുംബമായിട്ട് ന്യൂസിലൻഡിലായിരിക്കുന്നു. ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള 100 കണക്കിന് 1000 കണക്കിന് ദൈവദാസന്മാർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലും ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളിലുമുണ്ട്. വിശ്വസ്തമായി ആക്ഷേപമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആ ദൈവദാസന്മാർക്കെല്ലാം ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്.
ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.